എല്ലാവർക്കും നമസ്കാരം. ഭജഗോവിന്ദത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് തപസ്. ആദ്യകാലം മുതൽ തന്നെ തപസ് എന്ന് പറയുന്നത് നമ്മളുടെ ഭാരതത്തിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആശയമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധിയായിട്ടും എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നു പോകാനുള്ള മനുഷ്യന് തന്നിരിക്കുന്ന ഒരു ശക്തിയായിട്ടുമാണ് തപസ് പലപ്പോഴും നമ്മളുടെ ഉപനിഷത്തുക്കളിൽ കാണുന്നത്. തപ എന്നാണ് ആദ്യമായി നമുക്ക് നൽകപ്പെട്ട നിർദ്ദേശം. പക്ഷേ ഈ തപിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, തപസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാറ്റിലും എന്ന പോലെ പിൽക്കാലത്ത് തപസ് എന്ന ആശയത്തിലും ഒരുപാട് വളച്ചൊടിക്കലുകൾ വന്നിട്ടുണ്ട്. അതിന്റെ ശരിയായ അർത്ഥതലങ്ങളിൽ നിന്ന് അതിന് അബറേഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് തപസ് എന്ന് അറിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. തപസ്സില്ലാതെ നമുക്ക് സത്യം പറഞ്ഞാൽ ജീവിതത്തിന് എന്താണ്, അത് ജീവിതത്തിന്റെ രസം എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലും, അത് ആത്മീയം മാത്രമല്ല, ഭൗതികവും ആത്മീയവും ആയിട്ടുള്ള എല്ലാ കണ്ടെത്തലുകൾക്ക് പിന്നിലും മനുഷ്യൻ തപസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തപസ്സിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ഉപനിഷത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് തപ എന്നുള്ള വാക്ക് വരുന്നത്. നിങ്ങൾക്ക് ഏത് ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിലും, നിങ്ങൾക്ക് മുമ്പോട്ട് ചുവട് വെച്ച് പോകണമെങ്കിൽ, മനുഷ്യരാശിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, തപസ് ചെയ്യൂ. തപസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. എങ്ങനെയാണ് ഈ രഹസ്യങ്ങൾ നമ്മൾ കണ്ടെത്തിയത്? ശാസ്ത്രജ്ഞന്മാർ തപസ് ചെയ്തിട്ടാണ് പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്തുന്നത്. ഭൗതിക രഹസ്യങ്ങൾ, ഇപ്പോൾ നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, റിലേറ്റിവിറ്റി തിയറി, പിന്നെ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ധാരാളം ശക്തി, ഈ ഫോഴ്സ്, ബേസിക് ഫോഴ്സ് ഒക്കെ നമ്മൾ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അതെങ്ങനെയാണ്? അത് അവർ തപിച്ചു. അവർ അതിലേക്ക് അവരുടെ മുഴുവൻ ഊർജവും തപിച്ചുകൊണ്ടുള്ള ജീവിതം, സുഖ സൗകര്യങ്ങളെ എന്താ പറയാ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുഖഭോഗങ്ങളെ താലോലിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് അത്തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്തരം കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് തപിക്കുക. അപ്പൊ എവിടെയും ഏതിലും എന്തിലും തപ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള, ഭാരതത്തിന് കിട്ടിയിട്ടുള്ള, ഭാരതീയർക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ദൈവികമായ നിയോഗമാണ് തപ. അപ്പൊ ആ തപസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തപസ് എന്തല്ല എന്ന് നമുക്ക് ശ്ലോകത്തിൽ കാണാം. തപസ് എന്താണ് എന്ന് നമുക്ക് അതിനുശേഷം വരുന്ന മനനത്തിൽ കാണാം. അപ്പൊ ഞാൻ 16-ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. അഗ്രേ വഗ്നി പൃഷ്ഠേ ഭാനു രാത്രൗ ചുബുക സമർപ്പിത ജാനു കരതല ഭിക്ഷ തരുതല വാസ തദപിന മുഞ്ചത്യാശാപാശ. എന്താണ് പറയുന്നത്? അഗ്രേ വഗ്നി, അതായത് മുമ്പിൽ ജ്വലിക്കുന്ന ഹോമകുണ്ഡം, പുറകിൽ സൂര്യൻ. ഇത് പണ്ടത്തെ ഒരു രീതിയാണ്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ശരിക്കും ഇതെല്ലാം എന്താ പറയാ, സിംബോളിക്കാണ്. പ്രതീകങ്ങളിലൂടെ സംസാരിക്കുമ്പോഴാണ് ഈ പഞ്ചാഗ്നി മധ്യ എന്ന് പറയുന്നത്. അതിനെ പൂർണ്ണമായിട്ടും ഭൗതികാർത്ഥത്തിൽ എടുത്താൽ, അല്ലെങ്കിൽ ലിറ്ററൽ മീനിങ്ങിൽ എടുത്താൽ എന്താ സംഭവിക്കുക? നമ്മൾ പഞ്ചാഗ്നികൾ നമുക്ക് ചുറ്റും തീ ജ്വലിപ്പിച്ച് അതിനെ നടുക്കിരിക്കുന്നതാണ് തപസ് എന്നത് വളരെ സ്ഥൂലമായിട്ടുള്ള അതിന്റെ അർത്ഥമാണ്, അല്ലെ? തപിക്കുക എന്നുള്ളതിന് മനുഷ്യൻ ശരീരം മാത്രമല്ല, ശരീരത്തെ തപിപ്പിക്കുക എന്നാണ് പറഞ്ഞതെങ്കിൽ ശരി. പക്ഷെ തപ എന്ന് പറയുന്നതിന്റെ അർത്ഥം ശാരീരികം മാത്രമല്ല. ഇനി ശരീരത്തിനും ഉണ്ട് തപസ്, അതുപോലും ഇതല്ല. അപ്പൊ നമുക്ക് എന്താണ് തപസ് എന്ന് കാണാം. അപ്പം ആചാര്യസ്വാമികൾ പറയണത് മുമ്പിൽ അഗ്നി പിമ്പിൽ സൂര്യൻ, അതായത് ചുറ്റും അഗ്നിയുണ്ട്, പുറകിൽ സൂര്യൻ ജ്വലിക്കുന്നു. മനുഷ്യനിരുന്ന് ഉരുകുകയാണ്. ഒരു മനുഷ്യനിരുന്ന് ഉരുകുകയാണ്. ആചാര്യസ്വാമികൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ അന്ന് നിലനിന്നിരുന്ന ഈ ലോകത്തിന്റെ, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലെ തെറ്റിദ്ധാരണകളെ നോക്കി അദ്ദേഹം ഹസിക്കുകയാണ്. ഇനി രാത്രിയിൽ എന്താണ്? രാത്രിയിൽ തണുപ്പ് വരില്ലേ? തണുപ്പ് വരുമ്പോൾ തണുപ്പ് അകറ്റാൻ എന്താ ചെയ്യുക? ചുബുക സമർപ്പിത ജാനു. ചുബുക സമർപ്പിത ജാനു എന്ന് പറഞ്ഞാല് കാൽമുട്ടില് ഇങ്ങനെ കാൽമുട്ട് ചേർത്ത് വെക്കും നമ്മുടെ ശരീരത്തോട്, എന്നിട്ട് അതിലേക്ക് താടി കൊണ്ടുവയ്ക്കും. ആ ഇരിപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങോട്ട് ചേർന്ന് ഒതുങ്ങി. കാര്യം ആ ചൂട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, തണുപ്പിനെ അതിജീവിക്കാൻ, ചൂട് നമ്മുടെ ശരീരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചുരുങ്ങിപ്പോകും. അതിനാണ് ചുബുക സമർപ്പിത ജാനു എന്ന് പറയുന്നത്. പിന്നെയോ കരുതല ഭിക്ഷ തരുതല വാസ.
ഭിക്ഷ ഒരു കൈക്കുമ്പിളിൽ കൊള്ളുന്ന ഭക്ഷണമേ മേടിക്കൂ, കഴിക്കൂ. കൊക്കിലൊതുങ്ങുന്നത് കൊത്താവൂ എന്ന് പറയുന്നത് പോലെ ഒരു വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഭിക്ഷയായിട്ട് അന്നം തന്നാൽ അത് കൈക്കുമ്പിളിലാ വാങ്ങുക. അത് വാങ്ങി സൂക്ഷിച്ചു വെക്കാൻ മറ്റൊരു പാത്രം പോലും ഇല്ല. അത്രയ്ക്കും നിസ്വനാണ് ഭൗതിക. പുറമെ യാതൊരു തരത്തിലുള്ള എന്താ പറയാ, ഒന്നും തന്നെ അദ്ദേഹം സംഗ്രഹിച്ചു വെച്ചിട്ടില്ല, കയ്യിലൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് കൈക്കുമ്പിളിലാ വാങ്ങുന്നത്. എന്തൊരു എളിമയാണ്. ഇനിയോ കരതല ഭിക്ഷ തരുതല വാസ, മരച്ചുവട്ടിലാണ് താമസം. അങ്ങ് എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന മരത്തിന്റെ ചുവട്ടിലാണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കൂ. മറ്റ് യാതൊരു തരത്തിലുള്ള ഒരു മേൽവിലാസങ്ങളുമില്ല. ഇനിയോ തദപിന മുഞ്ചത്യാശാപാശം, എന്നാൽ പോലും ഇത്രയൊക്കെ ത്യാഗത്തിൽ ജീവിച്ചിട്ടും അദ്ദേഹത്തിന് ആശ എന്ന പാശത്തിന്റെ കെട്ട് വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മുഠമതി. ഇതാണ് ആചാര്യസ്വാമികളുടെ 16ാമത്തെ ശ്ലോകം ഭജഗോവിന്ദം എന്ന ഗ്രന്ഥത്തിലെ. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ചിത്രം കിട്ടിയല്ലോ. അപ്പോൾ ത്യാഗം അല്ലെങ്കിൽ തപസ് എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിൽ പുറമേ എന്തൊക്കെ ചെയ്തിരുന്നാലും അത് തപസ്സല്ല, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ആചാര്യസ്വാമികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവത്ഗീതയിൽ ഇത് പറയുന്നുണ്ട്. മിഥ്യാചാരൻ എന്നാ പറയുക. വലിയ കാര്യങ്ങൾ പറയും, പക്ഷെ അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാതെ വരുമ്പോൾ, അദ്ദേഹം ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് പക്ഷെ അതിനുവേണ്ടി പ്രയത്നിക്കാനൊട്ട് സാധിക്കുന്നുമില്ല. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു വൈരുദ്ധ്യം വരുമ്പോൾ ആ മനുഷ്യന് അത് മിഥ്യാചാരനായി മാറും. ഇപ്പോഴത്തെ ഭാഷയിൽ ഹിപ്പോക്രാറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ. ശരിക്കും തപസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങൾ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും സ്ഥാനമില്ല. നമ്മളുടെ അടിസ്ഥാനപരമായ പ്രാമാണികമായ പ്രബല പ്രമാണങ്ങൾ തപസ് എന്താണെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചിത്രം കിട്ടിയത്, അതായത് ഭൗതികമായിട്ട് ശരീരത്തെ കൊണ്ട് പീഡിപ്പിക്കുന്നതാണ് തപസ് എന്നുള്ള ചിത്രം നമുക്ക് കിട്ടിയത് പുരാണങ്ങളിൽ നിന്നായിരിക്കാം. പുരാണങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സന്യാസിമാർ തലകുത്തി നിന്ന് തപസ് ചെയ്തു, ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു, ആഹാരം കഴിക്കാതെ തപസ് ചെയ്തു, വായു മാത്രം ഭക്ഷിച്ച് തപസ് ചെയ്തു. ഇങ്ങനെ തപസ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പോയി, നമ്മൾ ധരിച്ചു പോയി. അത് പുരാണങ്ങൾക്ക് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെക്കാൾ പ്രചാരം കിട്ടിയത് കൊണ്ടുണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ്. പുരാണങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത്ര പ്രബലമായിട്ടുള്ള പ്രമാണമല്ല അത് മുഖ്യമല്ല, ഗൗണമാണ്. മുഖ്യമായിട്ടുള്ളത് നമ്മൾക്ക് ഉപനിഷത്തുകളും ഭഗവത്ഗീതയുമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട, നമ്മളുടെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ. അത് ജഗത് ഗുരുവായിട്ടുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ജഗത് ഗുരുക്കന്മാരുടെ ദർശനങ്ങളാണ് ഈ പറയുന്ന ഉപനിഷത്ത് അതിന്റെ സാരമായ ഗീതയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ തപസ് എന്താണെന്നുള്ളതിന് നമുക്ക് ഗീതയാണ് നമ്മുടെ പ്രമാണം, അല്ലെങ്കിൽ ഉപനിഷത്തുക്കളാണ് നമ്മളുടെ പ്രമാണം. ശരിക്കും തപസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ അച്ചടക്കം, മനസ്സിന്റെ നിയന്ത്രണം എന്നതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളത്. നമ്മൾ കരതലത്തിൽ ഭിക്ഷ വാങ്ങുന്നതും തരുതലത്തിൽ താമസിക്കുന്നതും ഒറ്റ വസ്ത്രം മാത്രം ധരിക്കുന്നതും ചൂടും തണുപ്പും സഹിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള മനസ്സെന്ന് പറയുന്ന ഒരു പ്രഹേളികയെ, മനസ്സെന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള മനുഷ്യന്റെ നിതാന്തമായ പരിശ്രമങ്ങളാണ്. ആദ്യകാലം മുതൽ അവൻ മനസ്സിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് അത് അർജുനന്റെ ചോദ്യമാണ്, ഭഗവാനോടുള്ള അർജുനന്റെ ചോദ്യമാണ്. വായുവിനെ പോലെ നമുക്ക് ദുഷ്കരമാണ് പിടിക്കാൻ മനസ്സ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇനി എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും അല്ലെങ്കിൽ മനുഷ്യരാശി പ്രപഞ്ചബോധത്തോട് ചോദിച്ച ചോദ്യമാണ്. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും എന്ന് അർജുനന്റെ കൃഷ്ണനോടുള്ള ചോദ്യം ശരിക്കും ഈ സർവചരാചരങ്ങളും പ്രപഞ്ചനാഥനോട് ചോദിച്ച ചോദ്യമാണ്. അതിനുള്ള മറുപടി ആയിട്ടാണ് ഗീത അവതരിക്കുന്നത് തന്നെ. ശരിക്കും അത്തരത്തിലുള്ള ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്കുള്ള ഗംഭീരമായ മറുപടി ഭഗവത്ഗീതയിലുണ്ട്. നല്ല ചോദ്യങ്ങൾക്ക് നല്ല മറുപടികളാണ് ഗീത വരുന്നത്, ശരിയായ ചോദ്യങ്ങൾക്കുള്ള ശരിയായ മറുപടികൾ. ഏതായാലും തപസ് എന്നതുകൊണ്ട് മനോനിയന്ത്രണം എന്നാണ് നമ്മൾ കേവലമായിട്ട് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് തപസ്. അതിനേക്കാൾ വലിയ ഒരു തപസ് ഇല്ല. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തപസ്. ഈ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ
നമുക്ക് എന്ത് വേണം? ഞാൻ അതിന്റെ ഒരു നട്ഷെല്ല് പറയാണ് ആദ്യം. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് വെറുതെ അങ്ങോട്ട് പോയി മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് എപ്പോഴും നമ്മളോട് ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ പോയി പറയും മനസ്സേ അടങ്ങൂ എന്ന് പറയുമ്പോൾ മനസ്സ് തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഞാൻ എന്തിനടങ്ങണം? ഈ ഒരു ചോദ്യം വരും. എന്തിന് എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുത്താൽ മാത്രമേ മനസ്സ് കേൾക്കൂ. അടങ്ങാൻ പറഞ്ഞാൽ അടങ്ങൂ. അതൊരു ഒരിക്കലും മെരുങ്ങാത്തൊരു കുതിരയാണ്, ഒരു കറുത്ത കുതിരയാണ് മനസ്സ്. അതിനെ നമ്മൾ മെരുക്കാൻ ചെല്ലുമ്പോൾ അത് നമ്മളോട് ചോദിക്കുന്നത്, ഞാൻ എന്തിനു മെരുങ്ങണം? നിങ്ങൾ ആരാണ് എന്നെ മെരുക്കാൻ? ഒരുമാതിരി ചാത്തൻ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ അവർക്കൊരു ലക്ഷ്യം പറഞ്ഞു കൊടുക്കണം. ജീവിതത്തിന് സുവ്യക്തമായ ഒരു ലക്ഷ്യം വേണം. എല്ലാ സമയത്തും നമുക്ക് ഓർക്കാൻ, ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഓർക്കാൻ, എന്തൊക്കെ തരത്തിലുള്ള പ്രലോഭനങ്ങൾ വരുമ്പോഴും നമുക്ക് നമ്മളുടെ മനസ്സ് കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകാത്ത തരത്തിൽ നമ്മൾ ഒരു ലക്ഷ്യവുമായിട്ട് വെഡഡ് ആയിരിക്കണം. ഒരു ലക്ഷ്യത്തെ നമ്മൾ വരിച്ചിരിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. ആ ലക്ഷ്യം പറഞ്ഞു കൊടുത്താൽ മനസ്സടങ്ങും. ആ ലക്ഷ്യത്തിന് വേണ്ടി കൃത്യമായ കാരണങ്ങളിലൂടെ വേണം മനസ്സിനെ നിയന്ത്രിക്കാൻ. ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ അനുസരിപ്പിക്കുന്നത് അവന് കാരണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാ. കൊച്ചുകുട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 10 വയസ്സിനൊക്കെ മുകളിൽ പ്രായം വരുമ്പോൾ നമുക്ക് അവനോട് റീസണിങ് ആരംഭിക്കാം. നമുക്ക് അവനോട് ബുദ്ധിപരമായി സംസാരിച്ചു തുടങ്ങാം. ആ സമയത്ത് അയാളെ പേടിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരു കൊച്ചുകുട്ടിയെ അല്ലെങ്കിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ ഭയപ്പെടുത്താനോ വടിയെടുക്കാനോ തല്ലാനോ ശ്രമിക്കരുത്. ആ സമയം കഴിഞ്ഞു. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ലോജിക്കാണ്, റീസണിങ് ആണ്. നമ്മൾ ബുദ്ധിപരമായിട്ട്, നമ്മൾ യുക്തിപരമായിട്ട് അയാളോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. അയാളുടെ യുക്തിയെ മുനയൊടിക്കുന്ന തരത്തിലുള്ള യുക്തി നമ്മൾ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കണം. അത് പേരന്റിങ് എന്ന് പറയുന്ന ഒരു കല തന്നെയാണ്. ഇതേ രീതിയിലാണ് മനസ്സും യുക്തിപരമായി സംസാരിച്ചാൽ, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്താൽ നമ്മളോട് മനസ്സ് സഹകരിക്കും. അല്ലെങ്കിൽ എന്തിന് ഞാനിത് ചെയ്യണം എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഇനി തപസ്സിനെ കുറിച്ച് നമ്മളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അവിടെയാണ് നമ്മളുടെ എല്ലാ അടിസ്ഥാനപരമായ അറിവ് കിടക്കുന്നത്. 3 തരത്തിലുള്ള തപസ്സിനെ കുറിച്ച് നമ്മൾക്ക് ഭഗവത്ഗീതയിൽ കാണാൻ പറ്റും. ഏറ്റവും പ്രശസ്തമാണത്. പ്രശസ്തം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രശസ്തം. പക്ഷെ സാധാരണ മനുഷ്യർക്കിടയിൽ തപസ് എന്ന് പറഞ്ഞാൽ പ്രശസ്തം ഒറ്റക്കാലിൽ നിൽക്കുന്ന സന്യാസി, തലകുത്തി നിൽക്കുന്ന സന്യാസി, നഖം വെട്ടാത്ത സന്യാസി, മുടിയിലെ ജട കളയാത്ത സന്യാസി. നമുക്കറിയാം, കുംഭമേളയ്ക്ക് പോയാൽ നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ പറ്റും. ഒരു കൂടാരത്തിൽ ഇരുന്ന് ഒരാള് ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം പറയുന്നു, അതല്ലെങ്കിൽ മുണ്ടകോപനിഷത്ത് വ്യാഖ്യാനിക്കുന്നു. തൊട്ടപ്പുറത്തെ കൂടാരത്തിൽ ഒരാൾ മാജിക്കുകൾ കാണിക്കുന്നു, അതല്ലെങ്കിൽ തന്റെ 20 വർഷമായി മുറിക്കാത്ത നഖം കാണിക്കുന്നു, അല്ലെങ്കിൽ 20 വർഷമായി കൈ പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന ബാബ. എന്നിട്ട് ആ കൈ ഉണങ്ങി ശുഷ്കിച്ചു പോയിരിക്കുന്നു. കാര്യം രക്തയോട്ടം അവിടുന്ന് കുറഞ്ഞു പോയിരിക്കുന്നു. 20 വർഷമായിട്ട് അദ്ദേഹം കൈ താഴ്ത്തിയിട്ടില്ല. ഇതൊക്കെ അത്ഭുത കാഴ്ചകളാണ്. ഇത് എല്ലാ കുംഭമേളയ്ക്കും നമ്മൾ കാണാറുള്ള അത്ഭുത കാഴ്ചകളാണ്. പക്ഷെ അതേസമയം ഭഗവത്ഗീതയോ ഉപനിഷത്തോ ബ്രഹ്മസൂത്രമോ ചാൻഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിന്റെ മനനം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആരും, അതൊരു വാർത്തയേ അല്ല. പക്ഷെ ഇതെല്ലാം തന്നെ വാർത്തകളാണ്. ഇങ്ങനെയാണ് തപസ് തെറ്റിദ്ധരിക്കപ്പെട്ടത്. ബുദ്ധനാണ് ഇത് കണ്ടെത്തിയത്. ബുദ്ധൻ തപസ് ചെയ്യാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥം തേടിപ്പോയി. അർത്ഥം തേടിപ്പോയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ശരിക്കും ഈ തപസ് ചെയ്ത്, അതല്ലെങ്കിൽ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള തപസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ചെലവഴിച്ചു. ഒടുവിൽ നമുക്കറിയാം, ബുദ്ധൻ കൃശഗാത്രനായി പോയി. കൃശം എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അസ്ഥിപഞ്ജരം പുറത്ത് കാണുന്ന തരത്തിൽ അദ്ദേഹം ശോഷിച്ചു പോയി. കാര്യം അങ്ങനെ ആഹാരം നീഹാരങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം നിരഞ്ജന നദി കടക്കുമ്പോൾ വീഴുകയാണ്. അദ്ദേഹം നീണ്ട വർഷങ്ങൾ അദ്ദേഹത്തിന്റെ തപസ് ഫലം കാണാതെ പോവുകയാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്ത്, ദുഃഖത്തിന്റെ അർത്ഥം എന്ത്, അല്ലെങ്കിൽ ദുഃഖത്തിന്റെ പരിഹാരം എന്ത്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണം. ഈ എന്നെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സ് എന്തുകൊണ്ട് ഉപശമിക്കുന്നില്ല? ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണം. ആ അന്വേഷണത്തിന് ഫലം കാണാതെ വന്നപ്പോൾ അദ്ദേഹം പുഴയിൽ കുഴഞ്ഞു വീഴുകയാണ്. നിരഞ്ജന നദി, മുട്ടറ്റം വെള്ളമുള്ള വെള്ളത്തിൽ അദ്ദേഹം, വെള്ളം മാത്രമുള്ള നദിയിൽ അദ്ദേഹം മുങ്ങി മരിക്കാൻ പോവുകയാണ്.
അവിടെ കിടന്നുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ഈ ഒരു നിരഞ്ജന നദി, വേനൽക്കാലത്ത് വറ്റിയൊഴുകുന്ന നിരഞ്ജന നദി പുറകെ കടക്കാൻ എനിക്ക് സാധിച്ചില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ സംസാരസാഗരം തരണം ചെയ്യുക എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഒരു വിധത്തിൽ കരയ്ക്ക് കയറി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത്. ആ വിശ്രാന്തിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നത്. കാര്യം അന്ന് അദ്ദേഹം പറഞ്ഞൊരു, അതിനുശേഷം അദ്ദേഹം നമുക്ക് തന്ന ഒരു വലിയ പാഠമുണ്ട്. നിങ്ങൾ ഒരിക്കലും ശരീരത്തെ പീഡിപ്പിക്കരുത്, ഒരിക്കലും ശരീരത്തെ താലോലിക്കുകയും അരുത്, നിങ്ങൾ ഒരിക്കലും മനസ്സിനെ നിഗ്രഹിക്കരുത്, നിങ്ങൾ ഒരിക്കലും മനസ്സിന്റെ ആഗ്രഹങ്ങളുടെ ദാസനായി പോകരുത്, മനസ്സൊരിക്കലും നമ്മുടെ മാസ്റ്ററായി തീരുകയും ചെയ്യരുത്, യജമാനനായി തീരുകയും ചെയ്യരുത്. പിന്നെയോ മധ്യമാർഗം. എന്താണ് മധ്യമാർഗം? ഒരു വീണയുടെ കമ്പി എപ്രകാരമാണോ മനോഹരമായ സംഗീതം പൊഴിക്കുന്നത്, അതിന് പറയുന്ന പേരാണ് മധ്യമാർഗം. അധികം മുറുക്കിയാൽ കമ്പി പൊട്ടിപ്പോകും, തീരെ മുറുക്കിയില്ലെങ്കിൽ അതിൽ നിന്ന് സംഗീതം വരികയില്ല. എപ്പോഴാണോ വീണയിൽ നിന്ന് വീണയുടെ സംഗീതം നാദം വരുന്നത്, അതാണ് മധ്യമാർഗം, അതാണ് ശരിയായ മാർഗം, സമ്യക്കായ മാർഗം. അതുപോലെ എപ്പോഴാണോ മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്, അവൻ എപ്പോഴാണോ സാധിക്കുന്നത്, അത് കൂടുതൽ മുറുക്കിയാൽ അവന്റെ ശരീരം പൊട്ടിപ്പോകും, വലിഞ്ഞ് ഒടിഞ്ഞു പോകും. തീരെ മുറുക്കിയില്ലെങ്കിലോ, സുഖ ലോലുപതയിൽ ജീവിച്ചാൽ അവൻ ഒരിക്കലും സത്യം എന്തെന്ന് അന്വേഷിക്കുകയില്ല, അവനൊന്നും കണ്ടെത്തുകയുമില്ല. അതുകൊണ്ട് അതുമല്ല ഇതുമല്ല, അത് രണ്ടുമല്ലാത്തൊരു വഴിയുണ്ട്, അതാണ് മധ്യമാർഗം. ഒരു വീണയുടെ കമ്പി പോലെ കൃത്യമായ ആ നാദം പൊഴിക്കുന്ന, ആ മനോഹരമായ സംഗീതം പൊഴിക്കുന്ന ആ നടുനില, ആ മധ്യമാർഗം എന്ന് പറയുന്നു. ഇത് ബുദ്ധൻ പിന്നീട് കണ്ടെത്തി മനുഷ്യരാശിക്ക് പകർന്നു കൊടുത്തു. ഇത് ആദ്യമേ ഉണ്ടായിരുന്ന തിരിച്ചറിവ് തന്നെയാണ്. എന്തു തന്നെയായാലും നമുക്കിനി ഭഗവത്ഗീത എന്താണ് തപസ്സിനെ കുറിച്ച് പറയുന്നത്, തപസ് എന്താണ്, ശരിയായ തപസ് എന്താണ്, ആശയുടെ പാശം അറ്റുപോകുന്ന തരത്തിലുള്ള തപസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആശയുടെ പാശം അറ്റുപോകണമെങ്കിൽ 3 പ്രകാരത്തിലാണ് നമ്മൾ മനുഷ്യർക്ക് 3 അടരുകളുണ്ട്. ഒന്ന് മനസ്സിന്റെ തലമുണ്ട്, വാക്കിന്റെ തലമുണ്ട്, സ്ഥൂലമായ ശരീരത്തിന്റെ തലമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ല, നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ശരീരവും വാക്കും മാത്രമല്ല, നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ശരീരവും വാക്കും മനസ്സും ചേരുന്നതാണ്. അപ്പോൾ ഈ മനസ്സിന്റെ തലത്തിലും വാക്കിന്റെ തലത്തിലും ശരീരത്തിന്റെ തലത്തിലും മാറ്റം വരാതെ ഒരു ശരിയായ മാറ്റം നമ്മളിൽ സംഭവിക്കില്ല. അപ്പൊ എന്തൊക്കെയാണ് തപസ്? ഈ 3 തലത്തിലും തപസ്സിന് അർത്ഥമുണ്ട്. ഈ 3 തലത്തിലും നമുക്ക് തപസ് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല തപസ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ വേദനകളെ, അല്ലെങ്കിൽ വിശപ്പിനെ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ ഏകപക്ഷീയമായി വരിക്കുന്നതിന് പറയുന്ന പേരല്ല തപസ്. നമ്മൾ തപസ്സിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ പെട്ടെന്ന് ഉള്ള മനസ്സിൽ വരുന്ന ധാരണകളൊക്കെ തെറ്റാണ്. തപസ് എന്ന് പറയുന്നത് അതൊന്നും തന്നെയല്ല. തപസ് എന്ന് പറയുന്നത് ശരീര തപസ്സിനെ കുറിച്ച് ഭഗവത്ഗീത പറയുന്നു. എന്താണ് പറയുന്നത്? ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം, ശൗചം ആർജവം ബ്രഹ്മചര്യം അഹിംസാച്ച ശാരീരം തപ ഉച്യത്തെ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ദേവന്മാർ, ദ്വിജന്മാർ, ഗുരുക്കന്മാർ, പ്രാജ്ഞന്മാർ, ഇവരുടെ സേവനം അല്ലെങ്കിൽ പൂജനം. സേവിക്കുക എന്നുള്ളതാണ് തപസ്സിന്റെ പ്രാഥമികമായ അർത്ഥം. നിങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ. നമ്മൾ കാണുന്നില്ലേ, വിവേകാനന്ദ സ്വാമികൾ എന്താ നമ്മളോട് പറഞ്ഞത്? തപസ് ചെയ്യാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു? നിങ്ങൾ നരസേവ ചെയ്യൂ, നരനെ സേവിക്കൂ, മനുഷ്യനെ സേവിക്കൂ, മാനവ സേവ മാധവ പൂജ, അല്ലെങ്കിൽ നരസേവ നാരായണ സേവ എന്ന് പറഞ്ഞു. സേവനം ചെയ്യാൻ പറയുന്നു. മാതാ അമൃതാനന്ദമയി നമ്മളോട് പറയണത് സേവനം ചെയ്യൂ എന്നാണ്. വിവേകാനന്ദ സ്വാമി നമ്മളോട് പറഞ്ഞത് സേവനം ചെയ്യുന്ന. വിവേകാനന്ദ സ്വാമിയെ നമ്മൾ ഘനീഭവിച്ച ഭാരതമാണ്, ഭാരതത്തിന്റെ ആത്മാവാണ് വിവേകാനന്ദ സ്വാമികൾ. അവിടുന്ന് വരുന്ന വാക്കുകൾ നമ്മൾ കാതു കൂർപ്പിച്ച് കേൾക്കണം, ഇടനെഞ്ചിലേക്ക് എടുക്കണം. അവിടെ ഇരുന്നത് അത് പലതായി പൊലിക്കണം. വിവേകാനന്ദ സ്വാമികളുടെ അതിനെ നമ്മൾ ധ്യാനിക്കണം. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളെയും നമ്മൾ ധ്യാനിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ വെളിപ്പെട്ട് കിട്ടും. അദ്ദേഹം സേവനം ചെയ്യാൻ പറഞ്ഞു. എന്താണ് അതിനർത്ഥം? സേവനം സമം തപസ്. നമ്മുടെ ജീവിതത്തിന് ഒരേ ഒരു കുറവേ ഉള്ളൂ. ഒരു കവി പാടിയതാ, നിങ്ങളുടെ ജീവിതത്തിന് ഒരേ ഒരു കുറവേ ഉള്ളൂ. എന്താണത്? കുറച്ച് തപസ്സിന്റെ. തപസ് മാത്രമേ നിങ്ങൾക്ക് കുറവായിട്ടുള്ളൂ. ബാക്കി എല്ലാം തന്ന് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ സുഖങ്ങളും നൽകി, എല്ലാ ആഗ്രഹങ്ങളും നൽകി,
എല്ലാ സുഖഭോഗങ്ങളും നൽകി. ഇനി നിങ്ങൾക്ക് ഒന്നിന്റെ മാത്രം കുറവുണ്ട്. എന്താണത്? അല്പം തപസ്സിന്റെ. ആ അവസാനത്തെ കുറവും പ്രപഞ്ചം നികത്തിയിരിക്കും. തപസ് ചെയ്യാൻ നമ്മളെ നിയോഗിക്കും. തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവനം. ആരുടെ? നമുക്ക് പ്രിയപ്പെട്ട ആരുടെ സേവനവും തപസ് തന്നെയാണ്. നമുക്ക് നമ്മളിലേക്ക് വന്ന പ്രപഞ്ചം തന്നെയാണ് നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരും. അവരിലേക്ക് നമ്മൾക്ക് കൊടുക്കാവുന്നതെല്ലാം തപസ്സിൽപ്പെടും. അവർക്ക് കൊടുക്കാവുന്ന വാക്കും മനസ്സും ശരീരവും പ്രവൃത്തിയും എല്ലാം തപസ്സാണ്. ഏത് മനുഷ്യനെ സേവിക്കുക എന്ന് പറയുന്നതും തപസ് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല തപസ്. ഇപ്പോ രാമകൃഷ്ണ മഠത്തിലായിരിക്കുമ്പോൾ, ഞാൻ ആദ്യം രാമകൃഷ്ണ മഠത്തിൽ ചേരുന്നത് 20 വയസ്സിലാണ്. അവിടെ എനിക്ക് ആദ്യത്തെ 2 മാസത്തിന് ശേഷം എനിക്കൊരു നിയോഗം ലഭിച്ചു. എനിക്കൊരു ഡ്യൂട്ടി അസൈൻ ചെയ്തു. മറ്റൊന്നുമല്ല, അവിടെയുള്ള ഒരു മുതിർന്ന സന്യാസി, പ്രായമായ ഒരു സന്യാസിയെ സേവിക്കുക, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക. അത് മറ്റാരുമല്ല, നിസ്വാനന്ദ സ്വാമി. നിസ്വാനന്ദ സ്വാമി എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ രാമകൃഷ്ണ ഡിവോട്ടീസിനിടയ്ക്ക് നിസ്വാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ ആരാണെന്ന് അവർക്കറിയാം. രാമകൃഷ്ണദേവന്റെ അതേ ഛായയിലുള്ള ഒരു സ്വാമിജിയാണ്. ശ്രീരാമകൃഷ്ണന്റെ അതേ ഛായ. നിങ്ങൾ ഇതിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം. ഈ പുറനാട്ടുകര ആശ്രമത്തിലുണ്ടായിരുന്നു, തൃശ്ശൂർ പുറനാട്ടുകര ആശ്രമത്തിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇതുപോലെ ട്രാൻസിലേക്കൊക്കെ പോകും. അത് ആദ്യം കാണുമ്പോൾ നമുക്ക് ഇത് എന്താന്നൊക്കെ തോന്നും. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു അദ്ദേഹം വളരെ ജനുവിനും സത്യസന്ധനുമാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ പല കാര്യങ്ങളും ഇദ്ദേഹവും ആവർത്തിക്കും. മലയാളിയാണ്, അതാണ് അത്ഭുതം. ബംഗാളിയായ രാമകൃഷ്ണദേവന്റെ അതേ ഛായയിൽ ഒരു മലയാളി സ്വാമിജി, നിസ്വാനന്ദ സ്വാമികൾ. അദ്ദേഹം ഞാൻ ചെല്ലുമ്പോൾ അവിടെ തന്റെ അവസാന നാളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അസുഖമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ അദ്ദേഹം അവിടെ റിട്ടയർഡ് ലൈഫ് നയിക്കുകയായിരുന്നു. അപ്പൊ ഞാനായിരുന്നു ആ മുറിയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കുഴമ്പ് തേച്ച് കൊടുക്കുക, അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൊടുക്കുക. ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. എന്റെ ജീവിതത്തിലെ ബാക്കി മുത്തശ്ശിയൊക്കെ എന്റെ കാര്യങ്ങൾ നോക്കിയിട്ടേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് എനിക്ക് കിട്ടിയ ഒരു അപൂർവ അവസരമായിരുന്നു. അങ്ങനെ കുറേ നാളുകൾ ഞാനും നിസ്വാനന്ദ സ്വാമി. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ സ്വാമിജി നമ്മളെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് സ്വാമിജി നമ്മളോട് ചോദിക്കും, ഇത് ചെയ്യുമ്പോൾ കുട്ടിക്ക് സങ്കടമുണ്ടോ, അല്ലെങ്കിൽ ദേഷ്യമുണ്ടോ, അതല്ലെങ്കിൽ കുട്ടിക്ക് ഈർഷ്യ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, അപ്പൊ നമ്മള് സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടോ? എനിക്ക് തപസ്സിന്റെ ഒന്നും അർത്ഥം അറിഞ്ഞിട്ടല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നതും അദ്ദേഹത്തിന് അത് ചെയ്തു കൊടുക്കുന്നതും ഒരു സന്തോഷമായിരുന്നു. ഒരു നിർവ്യാജമായ ഒരു സന്തോഷം തന്നെയായിരുന്നു. ഞാൻ വളരെ സന്തുഷ്ടനായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സമയത്ത് അദ്ദേഹം നമുക്ക് നല്ല ഉപദേശങ്ങൾ തരും. അവിടെയാണ് എനിക്കൊരു പ്രശ്നം. അദ്ദേഹം പറയുന്ന ഉയർന്ന തത്വചിന്തകൾ എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല ആ പ്രായത്തിൽ. 20 വയസ്സിൽ എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹം മനസ്സ് തുറന്ന് എന്നെ അനുഗ്രഹിച്ച് തന്നെ സംസാരിക്കുമായിരുന്നു. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാലൊക്കെ തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കും. വലിയ വലിയ തത്വങ്ങളൊക്കെ സംസാരിക്കും. പക്ഷെ എനിക്കത് അങ്ങോട്ട് ആ സമയത്ത് മനസ്സിലായിരുന്നില്ല. എന്ത് തന്നെയായാലും പിന്നീട് അധിക നാൾ അദ്ദേഹം ജീവിച്ചിരുന്നില്ല. ഏതാണ്ട് ഒരു വർഷം, 1.5 വർഷത്തിനുള്ളിൽ അദ്ദേഹം സമാധിയായി. ഇപ്പൊ ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം. ഞാൻ ആദ്യമേ പറയുന്നു, ഏത് മനുഷ്യനെ പൂജിക്കുന്നതും, ഇപ്പോ ഒരു ഭാര്യ ഭർത്താവിനെ പൂജിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സേവിക്കുന്നു ആവശ്യം വരുമ്പോൾ, അത് തപസ് തന്നെയാണ്. മഹാഭാരതത്തിലെ വ്യാധന്റെ ഗീത നമുക്കറിയാലോ. സ്വന്തം ഭർത്താവിനെ പൂജിക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്ത്രീയുടെ തപസ്. ശരിക്കും തപസ് ചെയ്ത് സിദ്ധികളുമായിട്ട് വന്ന ഒരു സന്യാസി അവിടെ ഒന്നുമല്ലാതായി പോയി ആ സ്ത്രീയുടെ മുമ്പിൽ. ഭർത്തൃപൂജനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ തപശക്തികളും വ്യർത്ഥമായി. ആ കഥ ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതാണ് തപസ് എന്ന് പറഞ്ഞാൽ. അതിന് സേവനം, അതിനെ പൂജനം, നമ്മുടെ മനസ്സർപ്പിച്ചുകൊണ്ടുള്ള, സ്നേഹമർപ്പിച്ചുകൊണ്ടുള്ള പരിചരണം എന്നൊരു അർത്ഥമുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം. ദേവപൂജനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദേവതാപൂജനം, അങ്ങനെ എടുത്താൽ മതി. അത് നമ്മുടെ വർഷിപ്പാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വരുന്നതൊക്കെയാണ് ദ്വിജൻ, ഗുരു, പ്രാജ്ഞൻ. ആരാണ് ഈ ദ്വിജൻ, ആരാണ് ഗുരു, ആരാണ് പ്രാജ്ഞൻ? ഇതെല്ലാം നമുക്ക് ഒരാളുടെ ഗുണം തന്നെയായിട്ട് എടുക്കാം. ഒരു ഗുരു എന്ന് പറയുന്നത് ദ്വിജനായിരിക്കണം, ഒരു ഗുരു എന്ന് പറയുന്നത് പ്രാജ്ഞനായിരിക്കണം. അത്രയേ ഉള്ളൂ. ഇത് മൂന്നും ഒന്നായിട്ട് എടുക്കാം നമുക്ക്. ഇവിടെ ദ്വിജൻ എന്നുള്ള വാക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. എന്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കും?
ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പൂണൂലിട്ടവൻ. ഏറ്റവും വലിയ തെറ്റാണ്. ദ്വിജൻ എന്ന് പറയുന്നത് പൂണൂലിട്ട ആളാണ്, പൂണൂലിട്ട ഒരു ശരീരമാണ് ദ്വിജൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കബളിപ്പിക്കലാണ്. ദ്വിജൻ സാധാരണ ഈ ബ്രാഹ്മണ സമുദായത്തിൽ അവർ ത്രെഡ് സെറമണി നടത്തും. അതെന്തിനു വേണ്ടി നടത്തുന്നു എന്നറിയാമോ? അതായത് അതൊരു സങ്കല്പമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ ജനിക്കുന്നു. പക്ഷെ അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാകുന്നില്ല. മനുഷ്യന് ഇനി ഒരു ജന്മം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ജനിച്ച് അവന്റെ പൂർണ്ണമായും ജനനം സംഭവിക്കണമെങ്കിൽ ഒരിക്കൽ കൂടി അയാൾ ജനിക്കണം. അതെപ്പോഴാണ് ഒരിക്കൽ കൂടി ജനിക്കുന്നത്? ഒരിക്കൽ കൂടി ജനിക്കുന്നത് ജ്ഞാനപ്രകാശം ലഭിക്കുമ്പോഴാണ് അയാൾ ഒരിക്കൽ കൂടി ജനിക്കുന്നത്. ബോധോദയം സംഭവിക്കുമ്പോൾ, മനുഷ്യൻ സമാധിയെ അറിയുമ്പോൾ, അവന്റെ മനസ്സ് സമാധിയിൽ ലയിക്കുമ്പോൾ, ബോധത്തെ തിരിച്ചറിയുമ്പോൾ, ആത്മസാക്ഷാത്കാരം ലഭിക്കുമ്പോൾ, അപ്പോൾ മാത്രമാണ് അവന്റെ രണ്ടാം ജന്മം. അതോടുകൂടി ഈ അമ്മ എന്ന് പറയുന്ന ആളിൽ നിന്ന് അയാൾ പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. ഇതാണ് നമ്മൾ ആചാര്യസ്വാമികളുടെ ജീവിതത്തിൽ കാണുന്നത്. ആചാര്യസ്വാമികൾ തപസ്സനുഷ്ഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് തടസ്സം നിന്നത്? അമ്മയാണ് തടസ്സം നിന്നത്. എന്തിനാണ് അമ്മ തടസ്സം നിന്നത്? തനിക്ക് ആരുമില്ല, തനിക്ക് ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണിയാണ് ശങ്കരൻ. ശങ്കരനെ വിട്ടുകൊടുക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? മുതല പിടിച്ച് താഴ്ത്തുന്നതായിട്ടുള്ള ഒരു ദൃശ്യം. ശരിക്കും ഈ മുതലപ്പിടുത്തം എന്ന് പറയുന്നത് നമ്മളുടെ മുഴുവൻ ഭൗതിക ജീവിതത്തിന്റെയും പ്രതീകമാണ് ഈ മുതലപ്പിടുത്തം. ഈ മുതലപ്പിടുത്തം എന്ന് പറഞ്ഞാൽ അമ്മ മുതൽ തുടങ്ങുന്ന ഭൗതികമായിട്ടുള്ള ഐഹികമായിട്ടുള്ള എല്ലാ താഴോട്ട് പിടിച്ചിട്ടുള്ള വലിക്കലിനും പറയുന്ന അതിന്റെ മുഴുവൻ പ്രതിനിധാനമാണ് ഈ ഒരു മുതലയുടെ പിടുത്തം. ഒടുവിൽ ആ മുതല എപ്പോഴാണ് വിടുന്നത്? തപസ് ചെയ്യാം എന്ന് അമ്മ അനുവദിക്കുമ്പോൾ ആ മുതല വിടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനർത്ഥം ആചാര്യസ്വാമികൾ സ്വതന്ത്രനാകുന്നു. സകലമാന ഭൗതികമായ വലിച്ചു താഴ്ത്തലുകളിൽ നിന്നും അദ്ദേഹം സ്വതന്ത്രനാകുന്നു. അമ്മ എന്ന് പറയുന്നത് ഈ സകലമാന ഭൗതികതയുടെ താഴോട്ടുള്ള ആ താഴോട്ട് നമ്മളെ പിടിച്ചു വലിക്കുന്ന എല്ലാത്തിന്റെയും പ്രതീകമായിട്ടാണ് അവിടെ അമ്മ നിൽക്കുന്നത്. അപ്പൊ ഈ അമ്മയിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോവുക, അമ്മയിൽ നിന്ന് നമ്മൾ വീണ്ടും, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്ത് വന്നതുകൊണ്ട് ഒരു മനുഷ്യൻ ജനിക്കുന്നില്ല. അവൻ ഇപ്പോഴും അമ്മയുമായിട്ടും ഐഹികപരമായ ലോകങ്ങളുമായിട്ടും അതിന്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളുമായിട്ടും അവിടുത്തെ നൂറ് ആഗ്രഹങ്ങളുമായിട്ടും കെട്ടുപിണഞ്ഞാണ് ജീവിക്കുന്നത്. അതിൽ നിന്നൊരു മോചനമുണ്ട്. അതിൽ നിന്നൊരു മോചനം എന്ന് പറഞ്ഞാൽ അറിവ് വരുമ്പോഴാണ്, ജ്ഞാനപ്രകാശം വരുമ്പോഴാണ്. അടുത്ത ശ്ലോകമൊക്കെ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജ്ഞാനം, അറിവിന്റെ പ്രകാശം കിട്ടുമ്പോഴാണ് നമ്മൾ പുനർജനിക്കുന്നത്, വീണ്ടും ജനിക്കുന്നു, ഇവിടെ തന്നെ ജനിക്കുന്നു. അതോടുകൂടി ഈ അമ്മ നമ്മളെ വിട്ട് മാറി നിൽക്കും. ഇത് ആദിശങ്കര ഭഗവത്പാദരുടെ ജീവിതത്തിൽ മാത്രമല്ല, രമണ മഹർഷിയുടെ ജീവിതത്തിൽ അമ്മ മാറി നിന്നിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിൽ അമ്മ മാറി നിന്നിട്ടുണ്ട്. രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിൽ അമ്മ മാറി നിന്നിട്ടുണ്ട്. അമ്മമാര് മാറി നിന്നാൽ മാത്രമേ കുട്ടികൾക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇതാണ് പുനർജന്മം. രണ്ടാമത്തെ ജന്മം എന്ന് പറയുന്നത് ഈ അമ്മയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഭൂതകാലത്തിൽ നിന്നുള്ള മോചനത്തിന് പറയുന്ന പേരാണ് എന്ത്? ദ്വിജൻ, രണ്ടാമത്തെ ജന്മമുള്ളവൻ. ഇത് ബൈബിളിലും ഉണ്ട് ഇതേ വാക്ക്. ബൈബിളിൽ ഇങ്ങനെ ഒരു ശിഷ്യൻ യേശുദേവനോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഞാൻ സ്വർഗരാജ്യം ദർശിക്കുക? അവിടെ എല്ലാം സ്വർഗരാജ്യം എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ ആത്മസാക്ഷാത്കാരത്തിന് അവിടെ സ്വർഗരാജ്യം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ തുരീയാവസ്ഥ എന്ന് നമ്മൾ പറയുന്നതിന് സ്വർഗരാജ്യം എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വാക്കാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരു ശിഷ്യൻ ചോദിക്കുന്നു, ഞാൻ എപ്പോഴാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക? അപ്പോൾ ഗുരു പറയാണ്, യേശുദേവൻ പറയാണ്, ഗുരു പറയാണ്, നീ രണ്ടാമത് ജനിക്കുമ്പോൾ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അപ്പൊ ഈ ശിഷ്യൻ, നിഷ്കളങ്കനായ ശിഷ്യൻ തിരിച്ചു ചോദിക്കുന്നു, അപ്പോൾ ഞാൻ ഇനി രണ്ടാമത് ജനിക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരികെ പോകണം. അപ്പൊ ഈ ശിഷ്യൻ ചോദിക്കാണ്, അതെങ്ങനെ സാധിക്കും ഗുരു? ഞാൻ ഇനി എങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോകും? അപ്പോൾ യേശുദേവൻ പറയുന്ന ഒരു മറുപടിയിലാണ് ഇതിന്റെ രഹസ്യമുള്ളത്. യേശുദേവൻ പറയുന്നത്, ശിഷ്യ, നിന്റെ ശരീരം ജനിച്ചു കഴിഞ്ഞു, അതിനെ ഇനി ജനിപ്പിക്കേണ്ട ആവശ്യമില്ല. ശരീരം എപ്പോഴേ ജനിച്ചു കഴിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ തന്നെ നിന്റെ ശരീരം ജനിച്ചു. ഇനി ജനിക്കേണ്ടത് ശരീരമല്ല, ഇനി നീ ജനിക്കേണ്ടത് ഒരു ശരീരത്തിൽ നിന്നുമല്ല, ഇനി നീ ജനിക്കേണ്ടത് ആത്മാവിൽ നിന്നാണ്.
ഇനി നീ ജനിക്കേണ്ടത് ആത്മാവായിട്ടാണ്. ഇനി ജനിക്കേണ്ടത് നിന്റെ ആത്മാവാണ്. ഇനിയും ആത്മാവ് നിന്നിൽ ജനിച്ചിട്ടില്ല. നീ ശരീരം മാത്രമായിട്ട് നിൽക്കുകയാണ്. ഈ ശരീരബോധത്തിൽ നിന്നാണ് നീ ആത്മബോധത്തിലേക്കാണ് ഇനി ജനിക്കേണ്ടത്. ഇതേ മറുപടിയാണ് യേശുദേവൻ കൊടുക്കുന്നത്. അത്ഭുതകരമായ ഒരു മറുപടി. നമ്മൾ ബൈബിളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വേദാന്ത ദർശനം, നമുക്ക് വേദാന്തത്തിന്റെ ഇടിമുഴക്കം നമുക്ക് അവിടെ കേൾക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് സത്യം. ശരീരത്തിൽ നിന്നല്ല നമ്മൾ ജനിക്കേണ്ടത്, ഇനി ആത്മാവിൽ നിന്നാണ്. അങ്ങനെയാണ് രണ്ടാം ജന്മം, ദ്വിജൻ വരുന്നത്. അവനാണ് ശരിക്കും ഈ ദ്വിജൻ എന്നുള്ള വാക്കിനർത്ഥം. അതല്ലാതെ ഏതെങ്കിലും ഒരു സമുദായമല്ല ദ്വിജൻ. എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് ഈ പുനർജന്മം. എല്ലാ മനുഷ്യനും ശരീരബോധത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് ദ്വിജനാകുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. ഇതിനെ ഞാനൊരു മറ്റൊരു കഥയിലൂടെ പറഞ്ഞു തരാം. ശരിക്കും മെറ്റാമോർഫോസിസ് എന്നാണ് ഇതിന് പറയുന്നത്. മനുഷ്യൻ അവന്റെ രൂപാന്തരം സംഭവിക്കുകയാണ്. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ലാർവ എങ്ങനെയാണ് ചിത്രശലഭമായി മാറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ലാർവയും ചിത്രശലഭവുമായിട്ട്, പുഴുവും ചിത്രശലഭവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഈ പുഴു തന്നെയാണ് ചിത്രശലഭം. ഒരു പുഴു ഒരു ഇലയിൽ ഇരിക്കുന്നു. ആ ഇലയിലിരുന്ന് അത് ഇല ഭക്ഷിക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഒരു കൊക്കൂൺ വന്ന് അതിനെ മൂടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒഴിഞ്ഞ കൊക്കൂണാണ്. ആ കൊക്കൂണിനുള്ളിൽ അത് ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ കൗതുകങ്ങളിലൊന്ന് ഈ കൊക്കൂണുകൾ തിരയുക എന്നുള്ളതായിരുന്നു. ചിലത് പാവം തിരയുമ്പോൾ അതിനകത്ത് ഈ പുഴു ഉണ്ടാവും. ചിലത് ഒഴിഞ്ഞു കിടക്കും, അകം പൊള്ളയായിട്ട് അതിങ്ങനെ തുറന്നു കിടക്കും. സംഭവം എന്താണ്? ഈ പുഴു, ഇലയ്ക്കകത്തിരുന്ന ഈ പുഴു ഈ കൊക്കൂണിനുള്ളിൽ ഇരുന്ന് തപസ് ചെയ്ത് ഇതിന് ആത്മബോധം വന്നപ്പോൾ ഇതിന് ചിറക് മുളച്ചു. അങ്ങനെ ഇത് പറന്നുപോയി. എനിക്ക് അത്ഭുതമായിരുന്നു. ഇവിടെ ഒരു പുഴു എങ്ങനെയാണ് പറക്കുന്നത്? എനിക്കത് എത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ല. അധ്യാപകരും ക്ലാസ്സിലൊക്കെ അത് ടീച്ചർ പറഞ്ഞു തന്നിട്ട് എനിക്ക് മനസ്സിലായതേ ഇല്ല. ഒരു പുഴു, അതിന് മര്യാദയ്ക്ക് സഞ്ചരിക്കാൻ പോലും പറ്റുന്നില്ല. അതിങ്ങനെ ഞൊളഞ്ഞു പോവുകയാണ്. അത് പറക്കുകയാണത്രേ. അതിന് ചിറക് വന്നത്രേ. അതും വർണ്ണമനോഹരമായ ചിറക് വന്നത്രേ. എന്തൊരു മഹാത്ഭുതം! ഇപ്പൊ പോലും അത് ഓർക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇത് സംഭവിക്കുന്നു? എന്താണ് ഇതിന്റെ രഹസ്യം? ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമോ? ഭൂമിയില്, മണ്ണില് ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിക്ക് ചിറക് മുളയ്ക്കുകയും അത് ആകാശത്ത് പറക്കുകയും അത് പിന്നീട് പൂവിന്റെ തേൻ കുടിക്കുന്നു. അതായത് പണ്ട് ഭക്ഷിച്ചതൊന്നുമല്ല. പണ്ട് ഭക്ഷിച്ചത് ഒന്നും അതിനിപ്പോ വേണ്ട. ഇപ്പൊ അതിന് പൂവിന്റെ തേൻ മാത്രം മതി. ഇത് ഏറ്റവും വലിയ, ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദർശനമാണിത്, ഉപമയാണിത്. എങ്ങനെയാണ് മെറ്റാമോർഫോസിസ്, രൂപാന്തരം നമ്മളിൽ സംഭവിക്കുക? എങ്ങനെയാണ് നമ്മൾ പുനർജനിക്കുക? എങ്ങനെയാണ് നമ്മൾ രണ്ടാമത് ജനിക്കുക? ഇവിടെ നമുക്കും ഇത് സാധിക്കും. നമുക്കും ചിറകുകൾ വരും. നമുക്കും പിന്നീട് നമ്മൾ തേൻ മാത്രമേ ഭക്ഷിക്കൂ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു തുമ്പിയുടെ കഥ. ആ കഥ എങ്ങനെയാണ്? ഒരിക്കൽ ഒരു കുളത്തിൽ ഒരു തുമ്പി, ഈ തുമ്പി ആവുന്നതിന് മുമ്പ് അതെന്താണ്? തുമ്പി ആകുന്നതിന് മുമ്പ് അത് ലാർവയാണ്. അത് നമ്മൾ ഈ കൂത്താടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ജീവിയാണ്, ഒരു ഇൻസെക്റ്റ് ആണ്. അതിങ്ങനെ വെള്ളത്തിൽ പുളച്ച് നടക്കും. ചെറിയ ചെറിയ ആമ്പൽ കുളങ്ങളിലും കൊച്ചു കൊച്ചു തടാകങ്ങളിലും ഒക്കെ അതിങ്ങനെ പുളച്ച് നടക്കും തുമ്പി. ചിത്രശലഭത്തിന്റെ ലാർവ ഇലയിലാണ് ഇരിക്കുന്നതെങ്കിൽ തുമ്പിയുടെ ലാർവ വെള്ളത്തിലാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഒരു തടാകത്തിൽ ധാരാളം ലാർവകൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചിരുന്നു. ഇപ്പൊ ചില ദിവസങ്ങളിൽ ഇതിൽ ഒരു ലാർവ എന്ത് ചെയ്യും? ഈ ആമ്പലിന്റെ തണ്ടിൽ കൂടെ മുകളിലേക്ക് കയറും. ആമ്പലിന്റെ തണ്ടിൽ കൂടെ മുകളിലേക്ക് കയറി പിന്നെ അത് തിരിച്ചു വരില്ല. അപ്പം ബാക്കിയുള്ള ലാർവകൾക്ക് വലിയ അത്ഭുതം. ഇയാൾ ഇത് എങ്ങോട്ട് പോയി? ഇയാൾ എന്താ തിരിച്ചു വരാത്തെ? ഇയാൾക്ക് എന്ത് സംഭവിച്ചു? എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തിന് ജഡമെങ്കിലും അവിടെ കാണണം. ഇതൊന്നും കാണുന്നു. അപ്പൊ ഈ ലാർവകളെല്ലാം കൂടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. എന്നിട്ട് അതിന്റെ തലവനായിട്ടുള്ള ഒരു ലാർവ പറഞ്ഞു, നോക്കൂ, നമ്മളിൽ പലരും ഇതിനോടകം ഈ താമരത്തണ്ടിലൂടെ മുകളിൽ കയറി അപ്രത്യക്ഷമായിട്ടുണ്ട്. നാളെ ഒരിക്കൽ നമ്മളിൽ ആർക്കെങ്കിലും ഇത് സംഭവിച്ചാൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നു, നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വന്ന് തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരോടുമായി അറിയിക്കും. അതിൽ ഒരു സംശയവുമില്ല. സാധിച്ചാൽ നമ്മൾ തിരിച്ച് ഈ കുളത്തിൽ തന്നെ തിരിച്ച് നമ്മൾ വന്ന് സുഖമായിട്ട് താമസിക്കും.
ഇതായിരുന്നു അവരുടെ പ്രതിജ്ഞ. ഓരോരുത്തരും ആ പ്രതിജ്ഞ ഏറ്റു ചൊല്ലി. അങ്ങനെ അവർ പിരിഞ്ഞു. എന്തിനേറെ പറയുന്നു, 2 ദിവസത്തിന് ശേഷം നമ്മുടെ ഈ തലവനായിട്ടുള്ള ലാർവ തന്നെ പതുക്കെ താമരത്തണ്ടിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. താമരത്തണ്ടിലൂടെ മുകളിലേക്ക് കയറി ഇയാള് ഈ ഇലയുടെ മുകളിൽ വന്നിരുന്നു. സൂര്യപ്രകാശമേറ്റ് അദ്ദേഹത്തിന്റെ ശരീരം ഉണങ്ങി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നതായിട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നോക്കുമ്പോൾ തന്റെ ശരീരത്തിൽ ചിറകുകൾ മുളച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നൊരു അഭിവാഞ്ച വരികയാണ്, പറക്കൂ, ഉയരൂ എന്നാരോ പറയുന്നത് പോലെ, റൈസ് അപ്പ് എന്ന് പറയുന്നു. ഉയർന്നു പറക്ക്, ഇനി വെള്ളത്തിൽ കിടക്കല്ലേ, ഉയർന്നു പറക്കൂ എന്ന് പറയാണ്. ഉടനെ തന്നെ ഇവൻ എന്ത് ചെയ്തു, ഈ ചിറക് വിടർത്തി ചിറകടിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ പൊങ്ങുകയാണ്. അതുവരെ വെള്ളത്തിൽ കൂത്താടി നടന്നിരുന്ന ഒരു ലാർവ ആകാശത്തിലേക്ക് ഉയരുന്നു. അത്യത്ഭുതകരമായ ഒരു അനുഭവം. അങ്ങനെ അയാൾ പിന്നീട് ആകാശം മാത്രമേ ഉള്ളൂ ഇയാൾക്ക്. ആകാശത്തിൽ ഇങ്ങനെ പറന്നു നടക്കുക, അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു നടക്കുക. അങ്ങനെ മുകളിലൂടെ പറക്കുമ്പോൾ താഴെ കുളം അപ്രധാനമായി തോന്നും. അത് ഏതോ ഒരു പൊട്ടക്കുളം, എന്തോ ഒരു പൊട്ടക്കുളം, അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല. ഇയാൾ ഇങ്ങനെ അവിടെ. അപ്പൊ മറ്റു തുമ്പികളുണ്ട്, അവര് ഇദ്ദേഹത്തിനോട് കൂട്ടുകൂടി, അവരുമായിട്ട് കളിച്ചു, അവരുമായിട്ട് നൃത്തം ചെയ്തു. ആരും തന്നെ താഴത്തെ കുളത്തെ പറ്റി സംസാരിക്കുന്നില്ല. ആ കുളത്തിലെ കൂത്താടികളെ കുറിച്ച് ഇവരാരും തന്നെ ഓർക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഈ തലവനായിട്ടുള്ള തുമ്പിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, താനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, എന്ത് സംഭവിച്ചു എന്ന് തിരിച്ചു പോയി പറയുമെന്ന്. അപ്പൊ ഇയാൾ തിരിച്ച് കുളത്തിലെത്തി. ഇതൊരു പുനർജന്മമാണ് അല്ലെ, ഈ തുമ്പിക്കുണ്ടായ പുനർജന്മമാണിത്. ഈ ലാർവ തുമ്പിയായത് ദ്വിജൻ, അത് 2ാമത്തെ ജന്മമാണ്. അങ്ങനെ തന്റെ ആദ്യ ജന്മം ചെലവഴിച്ച കുളത്തിലേക്ക് ഇദ്ദേഹം തിരിച്ചെത്തി ഈ ലാർവകൾ, അടിയിൽ കിടക്കുന്ന ലാർവകളോട് സംസാരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഈ തുമ്പിയെ കണ്ട് ഭയന്ന് ലാർവകൾ ഓടി. ഈ തുമ്പി ആരാന്ന് പോലും അവർക്കറിയില്ല. ഈ ലാർവകളെ കണ്ട് ഭയന്നിട്ട് ഈ തുമ്പിയെ കണ്ട് ഭയന്നിട്ട് ലാർവകളൊക്കെ ഒളിച്ചു. തുമ്പി ആവുന്നത് ശ്രമിച്ചു നോക്കി ഇവരെ തിരിച്ചു വിളിക്കാൻ. പക്ഷെ ഒരാൾ പോലും എത്ര വിളിച്ചിട്ടും ആരും തിരിച്ചു വന്നില്ല. ഒടുവിൽ ഈ ലാർവയ്ക്ക് ഒരു 4 റിയലൈസേഷൻ ഉണ്ട്. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ആ തുമ്പിക്കുണ്ടായ 4 തിരിച്ചറിവ് എന്തൊക്കെയായിരുന്നു അത്? 1, എനിക്ക് ഒരിക്കലും ഇനി ഈ ലോകത്തേക്ക് മടങ്ങാൻ സാധിക്കുകയില്ല. ഇത് മനുഷ്യന്റെ കഥയാണ് കേട്ടോ, തുമ്പിയുടെ കഥയല്ല. എപ്പോഴാണോ നരേന്ദ്രനാഥ ദത്തൻ സ്വാമി വിവേകാനന്ദനായത്, എപ്പോഴാണോ ഗദാധരൻ ആരായി മാറിയത്, ശ്രീരാമകൃഷ്ണ പരമഹംസരായി മാറി, എപ്പോഴാണോ വെങ്കട്ടരമണൻ രമണ മഹർഷിയായിട്ട് മാറിയത്, എപ്പോഴാണോ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാൻ രജനീഷായി മാറിയത്, ഇതെല്ലാം മെറ്റാമോർഫോസിസ് ആണ്. എപ്പോഴാണോ ഒരു സാധാരണ ബ്രാഹ്മണ കുട്ടിയായിരുന്ന, കുളിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ എന്താ പറയാ, ആന്ധ്രാപ്രദേശിലെ ഒരു തടാകത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന 12 വയസ്സുകാരൻ കുട്ടി പിന്നീട് ലോകമറിയുന്ന മഹാഗുരുവായ ജിതു കൃഷ്ണമൂർത്തിയായത്, അതുപോലൊരു മാറ്റമാണ് ഇവിടെ. ആ മാറ്റത്തെയാണ് നമ്മൾ ഈ തുമ്പി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഉണ്ടായ 4 റിയലൈസേഷൻ എന്താണ്, 4 തിരിച്ചറിവുകൾ? 1, എനിക്ക് ഈ എന്റെ കഴിഞ്ഞു പോയ ലോകവുമായിട്ട് എനിക്ക് ഇനി ഒരു ബന്ധവും എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത് എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പഴയ ജീവിതത്തിലേക്ക് എനിക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുകയില്ല. ഇതായിരുന്നു അയാൾക്ക് ആദ്യത്തെ തിരിച്ചറിവ്. ഇനി മടങ്ങിപ്പോകാൻ ശ്രമിച്ചാൽ ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കും. ഒരിക്കൽ എൻ്റെ വീടായിരുന്നു അത്. ഒരിക്കൽ ഞാൻ ജനിച്ചതും ജീവിച്ചതും അവിടെയാണ്. ഇനി ഞാൻ അവിടേക്ക് മടങ്ങാൻ ശ്രമിച്ചാൽ പ്രപഞ്ചം എന്നോട് ക്ഷമിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് ചിറകുകൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകാശത്ത് പറന്നിരിക്കണം. ഞാൻ ജനിച്ചത് വെള്ളത്തിലാണ്, ഞാൻ ജനിച്ചത് ഒരു പൊട്ടക്കിണറ്റിലാണ്, അതുകൊണ്ട് എനിക്ക് അതിനോട് അഭേദ്യമായ ബന്ധമുണ്ട്, ഞാൻ ഒരിക്കലും ആ ബന്ധം വിടർത്തില്ല എന്ന് വിചാരിച്ചാൽ പ്രപഞ്ചം ചൂരലെടുക്കും. നീ പറക്കണം, കഴിഞ്ഞതെല്ലാം മറക്കണം, കഴിഞ്ഞതിനോടെല്ലാം വിട പറയണം. നിന്നെ കാത്ത് പുതിയ ലോകം അവിടെ കാത്തിരിക്കുന്നു. നീ ഈ പൊട്ടക്കുളത്തിൻ്റെതല്ല, നീ ഈ ആമ്പൽക്കുളത്തിൻ്റെതല്ല. നിന്നെ കാത്ത് ആകാശങ്ങൾ കാത്തിരിക്കുന്നു, നിന്നെ പൂക്കാലങ്ങൾ കാത്തിരിക്കുന്നു, വസന്തങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. നീ എന്തിനാണ് ഈ പൊട്ടക്കുളത്തിൽ കിടന്ന് പുളയ്ക്കുന്നത്? അത് കഴിഞ്ഞു. എഴുന്നേൽക്ക്, ഉണരൂ, എഴുന്നേൽക്കൂ.
പറക്കൂ. നമ്മളുടെ ഉപനിഷത്തിൽ പറയുന്നില്ലേ, എഴുന്നേൽക്കൂ എന്ന് പറയുന്നില്ലേ? അതേ വാചകം പ്രപഞ്ചമാണ് നമ്മളോട് പറയുന്നത്. ചിറക് തന്നിട്ടുണ്ടെങ്കിൽ നീ അത് ഉപയോഗിക്കും. ചിറക് തന്നിട്ടുണ്ടെങ്കിൽ നീ പറക്കും. ഒരിക്കൽ പറന്നു തുടങ്ങിയാൽ നീ മടങ്ങില്ല. നിനക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല. അതിനെ ഓർത്ത് നീ കണ്ണീർ വാർക്കരുത്. കഴിഞ്ഞതിനെ ഓർത്ത് കണ്ണീർ വാർക്കരുത്. പുതിയ ലോകത്തെ നീ എന്ത് ചെയ്യണം? ഹഗ് ചെയ്യണം, പരിരംഭണം ചെയ്യണം, അതിനെ സർവാത്മന സ്വീകരിക്കണം. ഇതായിരുന്നു ആദ്യത്തെ പാഠം. പ്രപഞ്ചം കൊടുത്ത ആദ്യത്തെ പാഠം എന്താണ്? ചിറകുണ്ടെങ്കിൽ നീ പറന്നിരിക്കണം, തിരിച്ചു പോകാൻ ശ്രമിക്കരുത്. ഒരിക്കലും സാധാരണയായിട്ട് എനിക്ക് ഒന്നും ഓർക്കണ്ട. ഉപനിഷത്തും ഭഗവത്ഗീതയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, നാം ആത്മാവാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ശരീരമല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലോകം മിഥ്യയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തിനു നീ ഇവിടെ നിൽക്കണം? പിന്നെ എന്തിനു നീ ഇതിന് പ്രാധാന്യം കൊടുക്കണം? പിന്നെ എന്തിനു നീ രാത്രിയിൽ ഇതിനെക്കുറിച്ച് മാത്രം ഓർത്ത് നെഞ്ചി തപിക്കണം? ഈ ലോകം നിന്റെ അല്ല. ഈ ലോകം ശാശ്വതവുമല്ല. നിനക്ക് മുമ്പ് ഈ ലോകം ഉണ്ടായിരുന്നു, നിനക്ക് ശേഷവും ഈ ലോകം ഉണ്ടായിരിക്കും. ഇതിന് ഇതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. അതൊന്നും ഓർത്ത് നീ കുണ്ഠിതപ്പെടണ്ട. നീ നിന്റെ ആത്മാവിനെ കുറിച്ച് ഓർക്ക്. ശരീരത്തെക്കുറിച്ച് ഈ സത്യം പറഞ്ഞ ഈ ലോകത്തിന് യാതൊരു ഒരു ഒരു കൺസേണും ഇല്ല കേട്ടോ. എത്ര പെട്ടെന്നാണ് ഒരു ശരീരം തകർന്നു പോകുന്നത്, ഒരു നീർ കുമിള പോലെ. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ICUവിൽ കിടന്നുകൊണ്ട് സലീം കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നടൻ സലീം കുമാർ, അദ്ദേഹം പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ ICUവിൽ കിടക്കുമ്പോൾ ഇന്നലെ വരെ എന്നോട് സംസാരിച്ച പല മനുഷ്യരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ എന്താ വാക്കെന്താണെന്നറിയോ? പടക്കം പൊട്ടണ പോലെയാണ് മരിക്കണത്. എനിക്ക് ചുറ്റും പടക്കം പൊട്ടണ പോലെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എനിക്കും ഇത് വരും, ഞാനും മരിക്കും. ഞാൻ ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതോ എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതോ അതൊന്നും മരണത്തിനൊരു വിഷയമേ അല്ല. വളരെ നിസ്സാരമായിട്ട് മരണത്തിന് നമ്മളെ കൊത്തിക്കൊണ്ട് പറക്കാൻ പറ്റും. കോഴിക്കുഞ്ഞിനെ പരുന്ത് റാഞ്ചുന്ന പോലെ നമ്മുടെ ആയുസിനെ റാഞ്ചിയെടുക്കാൻ ഈ കാലത്തിന് പറ്റും. പിന്നെ എന്തോർത്ത് അഹങ്കരിക്കാനാണ്? അവസാനം സലീം കുമാർ പറഞ്ഞു നിർത്തുന്നത് ഇതാ, ഞാൻ എന്തിനെ ഓർത്താണ് അഹങ്കരിക്കേണ്ടത്? മനുഷ്യൻ എന്തിനെ ഓർത്ത് അഹങ്കരിക്കണം? അവന്റെ ജീവിതത്തിന് ഇവിടെ ഒരു ശാശ്വതമായ യാതൊരു അർത്ഥവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ശരീരത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിന് വലിയ കരുതലൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ആത്മാവ്, അത് നശിക്കാൻ പ്രപഞ്ചം സമ്മതിക്കുകയുമില്ല. നമ്മൾ കരുതി കൂട്ടി ശ്രമിച്ചാലും തല്ലി 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 നമ്മളെ പഴുപ്പിക്കും. തല്ലുകൊണ്ട് പഴുക്കുന്നതിൽ നല്ല തല്ല് കൊള്ളാതെ പഴുക്കുകയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും ഓടിച്ചുകൊണ്ടിരിക്കും. ഇനി എങ്ങനെയാണ് ഈ തുമ്പിക്ക് അല്ലെങ്കിൽ ഈ ലാർവയ്ക്ക് മാറ്റം ഉണ്ടായതെന്ന് ചോദിക്കാൻ, ഈ ലാർവയുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? എനിക്ക് മാറണം. ഐ വാണ്ട് എ ചേഞ്ച്, ഐ വാണ്ട് ടു ചേഞ്ച്. ഇത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളും നിങ്ങളും ഒരുമിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങളും. എനിക്കറിയാം, ഉള്ളിന്റെ ഉള്ളിൽ എനിക്കറിയാം ഈ ലോകം ശാശ്വതമല്ലെന്നും ഈ ശരീരമല്ല ഞാനെന്നും എനിക്കറിയാം. ഇതെന്റെ സാധനയാണ്, ഇതെന്റെ ഉച്ചത്തിലുള്ള റിഫ്ലക്ഷൻസ് ആണ്, ലൗഡ് റിഫ്ലക്ഷൻ എന്ന് സ്വാമി ചിന്മയാനന്ദ സ്വാമി പറയും. ഉറക്കെയുള്ള മനനമാണിത്. ഇത് കേട്ടിരിക്കുന്ന നിങ്ങളോ? നിങ്ങൾക്കും അറിയാം ഈ ലോകം ശാശ്വതമല്ല, ഞാൻ ശരീരമല്ല, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ഒരു അറിവ്, ഒരു ബോധം നമ്മളെ ഉണർത്തും. എന്താണ്? ഇതെന്റെ ലോകമല്ല, എനിക്ക് മാറണം. ഈ ബോധം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ ബോധമാണ് ഇതിനെ മുമുക്ഷുത്വം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ അറിവ് എന്താണ്? ഇനി എനിക്ക് ഒരിക്കലും എൻ്റെ ഭൂതകാലവുമായി യാതൊരു ബന്ധവുമില്ല. അത് ഈ മാറ്റത്തിന് ഞാൻ കൊടുത്ത കനത്ത വിലയാണ്. ഇനി എൻ്റെ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് പറയണത്, ഒരു പ്രവാചകൻ സ്വന്തം നാട്ടിൽ തിരിച്ചറിയപ്പെടുകയില്ല. എന്താ കാര്യം? സ്വന്തം നാട്ടിൽ ഇയാള് ഇന്നയാളുടെ മകനാണ്, ഇന്ന കുടുംബത്തിലെയാണ്. മറ്റൊരു നാട്ടിൽ ഇയാളുടെ അച്ഛനാര, അമ്മയാണ്, കുടുംബമാര്, ഇതാരും അന്വേഷിക്കില്ല. നിങ്ങൾ പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ അവർ നിങ്ങളെ അംഗീകരിക്കും. അതുകൊണ്ട് ഭൂതകാലവുമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല. അതാണ് ഞാൻ ഇതിന് കൊടുക്കുന്ന വില. പിന്നെയോ, ഇനി എനിക്ക് ഒരേ ഒരു കാര്യം സാധിക്കും, അങ്ങോട്ട് തിരിച്ചു പോകാൻ സാധിക്കില്ല, എനിക്ക് അവരുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയില്ല, ഇനി എനിക്ക് കുളത്തിന്റെ അടിത്തട്ടിലേക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഇതൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഞാൻ ചെന്നില്ലെങ്കിലും ആ കുളം കുളമായിട്ട് നിലനിൽക്കും, ലാർവകൾ ലാർവകളായിട്ട് നിലനിൽക്കും.
പക്ഷെ എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഞാനായിട്ടിരിക്കുക. എൻ്റെ ചിറകുകൾ വിടർത്തി ഞാൻ ഇവിടെ പറന്ന് നടക്കുക. അപ്പോൾ അവിടെ താഴെ പുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാർവ എപ്പോഴെങ്കിലും മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ പറന്ന് നടക്കുന്ന എന്നെ കാണും. അങ്ങനെ കാണുമ്പോൾ അവന്റെ ജനിതകത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അറിവ് ഉണരും. എനിക്കും അതുപോലെ പറക്കാൻ സാധിക്കും, എനിക്കും മാറാൻ സാധിക്കും. അപ്പോൾ അവനും മെല്ലെ മുകളിലേക്ക് പിടിച്ചു കയറാൻ തുടങ്ങും. അപ്പോൾ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനി എനിക്ക് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ അതുപോലും ഞാൻ നേരിട്ട് ചെയ്യേണ്ട, ഞാനായിട്ടിരുന്നാൽ മതി, ഞാനൊരു പൂവായി വിടർന്നു നിന്നാൽ മതി, വേറൊന്നും ചെയ്യേണ്ടതില്ല. ഇതാണ് തിരിച്ചറിവുകൾ, ഇതാണ് ദ്വിജത്വം എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും ആ മനുഷ്യന്, ഇപ്പൊ നമുക്കറിയാം, റിയലൈസ്ഡ് സോൾസിന് അവരുടെ പഴയ കാലത്തേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ല. വിവേകാനന്ദ സ്വാമി പിന്നീട് അമ്മയെ കാണുന്നത് മകനായിട്ടല്ല, പിന്നെ ചെല്ലുന്നത് വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ്. ചിന്മയാനന്ദ സ്വാമിയൊക്കെ വരുമ്പം അദ്ദേഹത്തിന്റെ അച്ഛൻ ബഹുമാനിക്കുന്നുണ്ട്. കാര്യം ഇത് എന്റെ മകൻ ബാലകൃഷ്ണ മേനോൻ അല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. ചിന്മയാനന്ദ സ്വാമി ചെല്ലുമ്പം അച്ഛൻ എഴുന്നേറ്റ് അവസാനം അച്ഛൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു മകന്റെ പിതാവായത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് അദ്ദേഹം അവസാന കാലത്തൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അച്ഛനും മകനും അവിടെ ഇല്ല. അതുപോലെ രമണ മഹർഷിയുടെ അടുത്ത് അമ്മ ചെല്ലുന്നത് ശിഷ്യയായിട്ടാണ്, അമ്മയായിട്ടല്ല. എന്നിട്ട് അമ്മയുടെ ഒരു അമ്പലം തന്നെ അവിടെ പണി കഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നീട് അതൊരു പുതിയ ബന്ധമാണ്. ഇനി അവർ പഴയ ലോകത്തിൻ്റെതല്ല. ഇതാണ് ദ്വിജത്വം. അമ്മയിൽ നിന്നും അവർ പുനർജനിച്ചു കഴിഞ്ഞു, ശരീരത്തിൽ നിന്നും അവർ പുനർജനിച്ചു കഴിഞ്ഞു. ഇനി ആ അമ്മയ്ക്ക് പോലും അതിൽ ക്ലെയിം ഇല്ല, ഇനി അമ്മയ്ക്ക് പോലും അതിനെ അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ആ തരത്തിൽ മാറും. അങ്ങനെയുള്ള മനുഷ്യരാണ് ഗുരു, അങ്ങനെയുള്ള മനുഷ്യനാണ് ദ്വിജൻ, അങ്ങനെയുള്ള മനുഷ്യനാണ് പ്രാജ്ഞൻ. അവരെ പൂജിക്കുക എന്നുള്ളതാണ് തപസ്, അവരെ സേവിക്കുക എന്നുള്ളതാണ് തപസ്. അപ്പൊ തപസ് എന്ന് പറഞ്ഞാൽ സേവനമാണ്, ആ ഒറ്റ വാക്കിൽ. പിന്നെയോ ബാക്കി ശൗചം, ആർജവം, ബ്രഹ്മചര്യം, അഹിംസ, ഇതൊക്കെ ശാരീരികമായ തപസ്സാണ്. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ടത് സേവനം ചെയ്യാനുള്ളതാണ് ഈ ശരീരം, സുഖിക്കാനുള്ളത്, അല്ലെങ്കിൽ സുഖഭോഗങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല. നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും എല്ലാം സേവന തൽപരമായിരിക്കണം. കാര്യം നമ്മളുടെ സഹായ ആവശ്യം ഇവിടെയുണ്ട്. നമ്മളും കൂടെ ചേർന്നാൽ മാത്രം പൂർത്തിയാകുന്ന ഒരുപാട്, എന്താ പറയാ, വാക്കും ശൂന്യതകൾ ഇവിടെയുണ്ട്. ആ ശൂന്യതകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. എവിടെയാണോ നമ്മുടെ സർവീസ് ആവശ്യമുള്ളത് അവിടേക്ക് ചെന്ന് അതിനെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് തപസ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട തപസ്. ശാരീരികമായ തപസ് എന്ന് പറഞ്ഞാൽ സേവനം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഇനിയുള്ളത് ശാരീരികമായ തപസ് കഴിഞ്ഞാലോ, ശാരീരികമായ തപസ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് വാക് തപസ്സാണ്. മനോഹരമായ ഒന്നാണ് ഈ വാക് തപസ് എന്ന് പറയുന്നത്. വാക്കുകൊണ്ടൊരു തപസ്സുണ്ട്. ശരീരം കൊണ്ട് നമ്മൾ സേവനം ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ആർജവമുണ്ട്, അഹിംസയുണ്ട്, സത്യമുണ്ട്, ഒക്കെയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളിൽ നമുക്കൊരു തപസ്സുണ്ട്. കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞ ആധുനികമായ പല CBT പോലെയുള്ള പല തെറാപ്പികളും ഇതിൽ നിന്നുണ്ടായിരുന്നു. CBT തുടങ്ങുന്നത് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ്. ചിന്തകൾ വാക്കുകളെയും ബിഹേവിയറിനെയൊക്കെ സ്വാധീനിക്കുന്നു. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ ഭഗവത്ഗീത നമുക്ക് ഈ തപസ്സിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. എന്താണ് വാക് തപസ് എന്ന് പറയുന്നത്? വാക് തപസ് ഇതാണ്: അനുദ്വേഗകരം വാക്യം, സത്യം പ്രിയം ഹിതം ചയത്, സ്വാധ്യായ അഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. എന്താണ് പറയുന്നത്? ആദ്യത്തെ വാക്ക് തന്നെയാണ് ഇതിന്റെ കാതലായ ഭാഗം. അനുദ്വേഗകരം വാക്യം. എന്താണ് അനുദ്വേഗകരം? നമ്മുടെ വാക്കുകൊണ്ടുള്ള തപസ് തുടങ്ങുന്നത് ഉദ്വേഗമില്ലാതെ സംസാരിക്കാനുള്ള പരിശീലനം. ഇവിടെയാണ് നമ്മളുടെ വാക്കുകളിലെ തപസ്. ഒരാളിൽ മനസ്സിന് വിക്ഷോഭമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കും. ഇത് തപസ്സാണ്. നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ വികാരങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് ഫിൽട്ടർ ചെയ്തേ പുറത്തു വരാവുള്ളൂ. അനുദ്വേഗകരം വാക്യം, ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വാക്കിലെ തപസ് നമുക്ക് നഷ്ടമാവും. വാക്കിലെ തപസ് നഷ്ടമായി കഴിഞ്ഞാൽ ഈ വാക്ക് തന്നെ തപിപ്പിച്ച് കളയും. ഒരു വാക്കുകൊണ്ടൊരു മനുഷ്യനെ നമുക്ക് ഇല്ലാണ്ടാക്കി കളയാം. ഒരു സാധാരണ മനുഷ്യന് പോലും
മറ്റൊരു മനുഷ്യനെ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കാനും സാധിക്കും, വാക്കുകൾ കൊണ്ട് ശക്തിപ്പെടുത്താനും സാധിക്കും. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ വാക്കുകൾക്ക്, അത് സാധാരണ മനുഷ്യന്റെ വാക്കുകൾക്ക് പോലും ഭയങ്കര പവറാണ്. അത് സൂക്ഷിക്കണം. അപ്പൊ ഈ വാക്കുകൾ പവിത്രമായിട്ട് നമ്മൾ, അത് നേരത്തെ പറഞ്ഞ പോലെ ദേവിയുടെ പ്രഭാവമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു, ശക്തി പ്രകടനമായിട്ട്. അതോടുകൂടി നമ്മൾ വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കണം. സാധാരണ മനുഷ്യർ പോലും പറയും വാക്കുകൾ സൂക്ഷിക്കുന്നു, അല്ലെ? സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയും. അതാണ് സംസാരത്തിലൂടെ നമുക്ക് രണ്ടും സാധിക്കും, നശിപ്പിക്കാനും നിർമ്മിക്കാനും സാധിക്കും. അപ്പോൾ ഉദ്വേഗങ്ങളില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു മനസ്സിനെ വിക്ഷോഭിപ്പിക്കാതെ, മറ്റൊരു മനസ്സിനെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ സാധിക്കുന്നതാണ് അനുദ്വേഗകരം എന്ന് പറയുന്നത്. അതിന് നമ്മൾ അത്യാവശ്യം എമ്പതറ്റിക് ആയിരിക്കണം. മറ്റേ ആൾക്ക്, ഞാൻ ഈ പറയുന്നത് മറ്റേ ആളിൽ എങ്ങനെയായിരിക്കും, അല്ല, പ്രിയ വാക്ക് വരുന്നുണ്ട്, അനുദ്വേഗകരം പ്രിയമല്ല കേട്ടോ, പ്രിയം വരുന്നുണ്ട് ഇനി. അപ്പം മറ്റേ ആളിൽ ഈ വാക്ക് ഉണ്ടാക്കുന്ന എന്ത് പ്രഭാവമാണെന്ന് ഞാൻ തിരിച്ചറിയണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ, ഇതുകൊണ്ട് നല്ല ഗുണം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ ആ വാക്ക് മാറ്റി ഉപയോഗിക്കണം. രണ്ടാമത് സത്യം. ഈ സത്യം എന്നുള്ളത് യാന്ത്രികമായിട്ട് നമുക്ക് സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ ഉള്ളതുപോലെ പറയുന്ന പേരാണ് സത്യം. പക്ഷെ ഇത് വളരെ യാന്ത്രികമാണ്. ഉള്ളതിനെ ഉള്ളതുപോലെ പറയുന്നത് യാന്ത്രികമാണ്. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി പട്ടാളക്കാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു ജൂത ഫാമിലി ഒരു വീട്ടിൽ അഭയം തേടി. അപ്പൊ ആ വീടെന്ന് പറഞ്ഞത് ഒരു പ്രീസ്റ്റിന്റെ വീടായിരുന്നു, ഒരു പുരോഹിതന്റെ വീടായിരുന്നു. ഇയാൾക്കൊരു വ്രതമുണ്ട്, സത്യം മാത്രമേ പറയൂ. സത്യവ്രതനായിരുന്നു അദ്ദേഹം, പ്രീസ്റ്റ്. അപ്പൊ ഈ പ്രീസ്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാസി പട്ടാളക്കാർ ആ വീട് വളഞ്ഞു. കാര്യം ഇവിടെ എവിടെയോ അവർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാം. ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ട്, പക്ഷെ വീട്ടിൽ കാണുന്നില്ല. അപ്പൊ തൊട്ടടുത്ത് എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ വീട് വളഞ്ഞു നാസി പട്ടാളക്കാർ. എന്നിട്ട് ചോദിച്ചു, ആ ജൂത കുടുംബം ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അവരെ ഇറക്കി വിടൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രീസ്റ്റ് അവരോട് പറഞ്ഞു, ജൂത കുടുംബം ഇവിടെ ഒളിച്ചിരിക്കുന്നില്ല. പട്ടാളക്കാർക്ക് ഒരു കാര്യം അറിയാം, ഇയാള് വ്രതമെടുത്ത ആളാണ്, സത്യം മാത്രമേ പറയൂന്ന് വ്രതമെടുത്ത മനുഷ്യൻ. അതുകൊണ്ട് പട്ടാളക്കാർ എന്ത് ചെയ്തു? തിരിച്ചുപോയി. ഈ ഒരൊറ്റ നുണയുടെ പേരിൽ 6 ജീവനുകൾ രക്ഷിക്കപ്പെട്ടു. അച്ഛൻ, അമ്മ, 4 കുരുന്നുകൾ. ഈ ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന കാര്യം. ഈ ഒരൊറ്റ നുണയുടെ പേരിൽ 4 മനുഷ്യർ രക്ഷിക്കപ്പെട്ടു. ഇവർ പിടിച്ചാൽ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ അച്ഛനെയും മക്കളെയും വേർപെടുത്തി, എല്ലാരെയും വേർപെടുത്തും. ആദ്യം ഇവരെ വ്യത്യസ്തമായ ലേബർ ക്യാമ്പുകളിലേക്ക് അയക്കും. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് അറിയാം. അവിടെ കിടന്ന് നരകിച്ച് മരിക്കും ഓരോരുത്തരും. അങ്ങനെ മരിച്ചത് ലക്ഷക്കണക്കിന് പേര് മരിച്ചു 5 വർഷം കൊണ്ട്. അതുപോലെ നരകിച്ച് മരിക്കാനായിരുന്നു, അല്ലെങ്കിൽ അവർ സ്പോട്ടിൽ വെടിവെച്ചു കൊല്ലും. എന്തായാലും തന്നെ ഇവരെ അറസ്റ്റ് ചെയ്താൽ ഇവർക്ക് ഒരിക്കലും ഒരു നല്ല ഭാവിയില്ല. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പ്രീസ്റ്റ് നുണ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ജൂത കുടുംബത്തിന് ഞാൻ അഭയം കൊടുത്തിട്ടില്ല. ഈ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ താമസിക്കുന്നുള്ളൂ. ഈ വീട്ടിൽ വേറെ ആരും ഒളിച്ചിരിക്കുന്നില്ല എന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞു. അതുകൊണ്ട് മാത്രം ആ പട്ടാളക്കാർ തിരിച്ചുപോയി. അപ്പൊ ഈ സത്യം എന്ന് പറയുന്നത് യാന്ത്രികമായി അവിടെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ അതൊരു മഹാപാപമായി പോയനെ. അപ്പൊ സത്യം എന്ന് പറയുന്നത് ഗുണമാണോ, മറ്റൊരാൾക്ക് ഈ സത്യം കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് വിചിന്തനം ചെയ്തിട്ട് നമ്മൾ സത്യം പറയാവും. സത്യമായിട്ട് പറയാവും. അതല്ലെങ്കിൽ നമ്മൾ അയാളുടെ ആത്യന്തികമായ ഗുണം നോക്കിയിട്ട് വേണം പറയാൻ. ഇപ്പൊ ഒരു ഡോക്ടർ രോഗിയോട്, അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോവാണ്, എനിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കാര്യം പോക്ക എന്ന് പറഞ്ഞാലോ, അയാൾക്ക് പിന്നെ തിരിച്ചു വരാനേ സാധിക്കുകയില്ല. നിങ്ങൾ ഇനി നോക്കണ്ട, നിങ്ങൾ തീർന്നു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ഇനി കൂടിപ്പോയാൽ ഇന്നത്തെ ദിവസം കടന്നു പോലും എനിക്കറിയില്ല എന്നൊക്കെ ഒരു ഡോക്ടർ പറഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? വാക്കിന് ശക്തിയുണ്ട്. ഡോക്ടർ പറയാണ്, നിങ്ങൾ മെല്ലെ മെല്ലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിനൊരു ശക്തി കിട്ടും. അതുകൊണ്ട് മാത്രം തിരിച്ചു വന്നവരുണ്ട്, ആ മനഃശക്തി കൊണ്ട് മാത്രം തിരിച്ചു വന്നവരുണ്ട്. അപ്പം സത്യം എന്ന് പറയുന്നത് യാന്ത്രികമാകരുത്, ഒന്നും യാന്ത്രികമാകരുത്.
ഇപ്പൊ പണ്ട് സോക്രട്ടീസിന്റെ അടുത്ത് ഒരാള് ഓടി വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ആ സുഹൃത്തില്ലേ, അയാളെ കുറിച്ച് ഞാനൊരു കാര്യം കേട്ടു എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ വന്നതാന്ന് പറഞ്ഞു. ഭയങ്കര ഉത്സാഹവാനായിട്ട്. അപ്പൊ സോക്രട്ടീസ് ചോദിച്ചു, വെയിറ്റ്, ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. ഈ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് ഇത് കേൾക്കണോ വേണ്ടയോ എന്ന് ഞാൻ പറയാം. ഓ ശരി എന്ന് പറഞ്ഞു. എനിക്കിത് പറയാനായിട്ട് ഭയങ്കര ധൃതിയാ. അങ്ങ് വേഗം ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ വെരിഫൈ ചെയ്തോ? നിങ്ങൾ ഈ മറ്റേ സുഹൃത്തിനെ കുറിച്ച് പറയാൻ പോകുന്ന ന്യൂസ് വെരിഫൈഡ് ആണോ, സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, വെരിഫൈഡ് അല്ല, എന്നോട് മറ്റേ ആളാ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ടെസ്റ്റ് ഫെയിൽ. രണ്ടാമത്തെ ടെസ്റ്റിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ പറയാൻ പോകുന്നത് നല്ല കാര്യമാണോ, അയാളെ കുറിച്ചിട്ടുള്ള നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു. നല്ല കാര്യമാണെങ്കിൽ ഇങ്ങനെ ഓടി വരില്ല. അപ്പൊ പറഞ്ഞു, നല്ല കാര്യമല്ല, അത്ര നല്ല കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ടെസ്റ്റും കഴിഞ്ഞു. ഇനി ഇത് രണ്ടും ഫെയിൽ ആയാലും ഞാൻ കേൾക്കാം. ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അതായത് എൻ്റെ ജീവിതം ഇത് കേട്ടാൽ മാറുമോ? എൻ്റെ ജീവിതത്തിലെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കിട്ടും? ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഞാൻ ജ്ഞാനം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. എനിക്കൊരു പുതിയ അറിവാണോ ഇത് തരാൻ പോണത്? ഒരിക്കലുമല്ല. ഇതൊരു മനുഷ്യനെ കുറിച്ചിട്ടുള്ളൊരു വാർത്ത മാത്രം. അപ്പൊ ഇത് 3 ടെസ്റ്റുകളും ഫെയിലായി. എനിക്കിത് കേൾക്കണ്ട. അപ്പൊ ഇതാണ് വാക്കിലുള്ള തപസ്. സോക്രട്ടീസ് ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇയാൾ ഈ പറയാൻ പോകുന്ന വാക്കിൽ നമ്മൾ തപസ് എന്ന് പറയുമ്പോൾ ഈ ദൂഷണം, അപരനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ദൂഷണങ്ങൾ സൂക്ഷിക്കുക. അതാണ് ഈ സത്യം എന്ന് പറയുമ്പോൾ. ശരിക്കും അതാണ് നമ്മൾ വെരിഫൈഡ് അല്ലാത്ത വാർത്ത പരത്താതിരിക്കുക എന്നുള്ളതാണ് സത്യം. നമ്മൾ സത്യം മാത്രം പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ അതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. വെരിഫൈ ചെയ്യാത്തൊരു വാർത്ത, നല്ലതല്ലാത്തൊരു വാർത്ത, അത് കേട്ടിട്ട് ഒരാൾക്ക് ഒരു ഗുണം ഉണ്ടാവാത്തൊരു വാർത്ത, അത് പരത്താൻ പോകരുത്. അതിങ്ങനെ അവിടെ എവിടെയും കൊളുത്തി നടക്കരുത്. ഇതാണ് സത്യവ്രതം. മെയിൻ ആയിട്ടുള്ള സത്യവ്രതം ഇത് തന്നെയാണ്. ഇനി മൂന്നാമത് എന്താണ് പറഞ്ഞത്? പ്രിയം. ഇവിടെ കുറച്ചു മുമ്പ് ഒരാള്, ഞാൻ ഈ അനുദ്വേഗകരം എന്നുള്ളത് പ്രിയം ആണോ എന്ന് ചോദിച്ചു. അനുദ്വേഗകരം എന്നുള്ളത് പ്രിയമാകണമെന്നില്ല. പ്രിയം എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്കും മറ്റേ ആൾക്ക് കേൾക്കുമ്പോൾ പ്രിയങ്കരമായത് എന്നാണ് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന അർത്ഥം. പക്ഷേ ഒരു രോഗിയായ മനുഷ്യൻ അല്ലെങ്കിൽ ഇപ്പം ഡയബറ്റിക് പോലെയുള്ള ടൈപ്പ് 2 ഡയബറ്റിക് പോലെ അസുഖം വന്ന് കിടക്കയിൽ കിടക്കുന്ന ഒരാൾക്ക് കേൾക്കാൻ ഇഷ്ടം എന്താണ്? നിങ്ങൾ എന്ത് ഭക്ഷണം വേണേലും കഴിച്ചോളൂ, ഒരു കുഴപ്പവും വരില്ല എന്ന് പറയുന്നത് അയാൾക്ക് പ്രിയമാണ്. പക്ഷേ ഞാനത് പറയാമോ? പറ്റില്ല. ഞാനത് പറയരുത്. അപ്പൊ പ്രിയം പറയുക എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ ആരുടെയും ജോലിയല്ല. ഒരാളെ പറച്ചിലിലൂടെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാക്കിലുള്ള മാർദ്ദവം വേണമെങ്കിൽ നമുക്ക് അതിനെ പ്രിയം എന്നുള്ളത് കൊണ്ട് നമുക്ക് അർത്ഥമാക്കാം. അത് പറയുന്ന രീതിയിലുള്ള ആ ആദരവും സ്നേഹവും. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അത്രയും ആദരപൂർവമായിരിക്കണം. അത് അയാൾക്ക് പ്രിയങ്കരമായിരിക്കും. അത് അയാൾക്ക് കേൾക്കുമ്പോൾ അത് വാക് തപസ്സാണ്. ജെന്റിലായിട്ട് സംസാരിക്കുക, മാന്യമായിട്ട് സംസാരിക്കുക. ശത്രുവിനോടാണെങ്കിൽ പോലും. ഇപ്പം ദേഷ്യം, ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൊക്കെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിന് പറയുന്നത്, അവരാദ്യം പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളിൽ നിന്ന് വാക്കുകൾ തെറിക്കാതെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. ദേഷ്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ അധരത്തിൽ നിന്ന് വാക്കുകൾ തെറിക്കും. അതിനാണ് തെറി എന്ന് പറയുന്നത്. വാക്കുകൾ അതിപ്പോ നമുക്ക് ഈ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങളാണെങ്കിൽ പോലും നമ്മളിൽ നിന്ന് തെറിച്ചു പോയാൽ അതിന് ശരിക്കും തെറി തന്നെയാണ്, തെറിച്ചു വീണു. അങ്ങനെയല്ല വാക്കുകൾ നമ്മളിൽ നിന്ന് പോകേണ്ടത്. നമുക്കതിലൊരു പിടുത്തം വേണം, നമുക്കതിലൊരു കൺട്രോൾ വേണം. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ പോലും വാക്കുകൾ നമ്മളിൽ നിന്ന് തെറിക്കരുത്. പകരം ലോജിക്കായിട്ട് യുക്തിപൂർവം സംസാരിക്കണം. ഇന്നതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, ഇന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇൻജസ്റ്റിസ് കാണുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു എന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തണം. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ അയാൾ ഒരിക്കലും മാറുകയില്ല. അയാൾ ഇങ്ങോട്ടും വാക്കുകൾ എടുത്ത് എറിയാൻ തുടങ്ങും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടുള്ളത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറും. അതുകൊണ്ടാണ് ദേഷ്യത്തെ നിയന്ത്രിക്കുകയല്ല വേണ്ടത്, ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്നതാണ് നിയന്ത്രിക്കേണ്ടത്.
ഇതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ പറയുന്ന ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം. ദേഷ്യം വരുമ്പോൾ വാക്കുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. അന്തസ്സായിട്ട് കുലീനമായ വാക്കുകളിലൂടെ നമ്മുടെ ദേഷ്യം പ്രകാശിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അത്യന്തം കുലീനമായ സംസ്കൃതമായ നമ്മൾ സംസ്കരിച്ചെടുത്ത നമ്മുടെ ഭാഷയിലൂടെ നമുക്ക് നമ്മുടെ ദേഷ്യത്തെ പ്രകടിപ്പിക്കാൻ സാധിക്കുമോ? അതോ നമ്മൾ പ്രാകൃതമായ രീതിയിലാണോ അതിനെ പ്രകടിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇപ്പൊ പ്രിയം എന്ന് പറയുന്നത്, വാക്കുകളിലുള്ള ഈ തപസ് എന്ന് പറയുന്നത് നമ്മളുടെ പുറത്തേക്കുള്ള ആ വാക്കുകളുടെ ഒഴുക്കിന്റെ രീതിക്കാണ് പ്രിയം എന്ന് പറയുന്നത്. പിന്നെ തപസ് എന്ന് പറയുന്നത് എന്താണ്? ഹിതം. ഹിതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് ഹിതകരമായ വാക്കുകൾ. എന്താണ് ഹിതകരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഡയബറ്റിക് വന്ന ഒരു വ്യക്തിക്ക് ഹിതകരമായതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഭക്ഷണശീലമാണ്. അത് മാത്രം പറയാൻ ശ്രമിക്കുക. അപ്പം പ്രധാനമായിട്ടും ഇങ്ങനെയാണ് ഈ വാക്കിലുള്ള തപസ് എന്ന് പറയുന്നത്. ഇനി ഒരു തപസ്സും കൊണ്ടുണ്ട്, മാനസികമായ തപസ്. മാനസികമായ തപസ്സാണ് ഇതിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നത്. ശരീരത്തിന്റെയും വാക്കിന്റെയും അടിത്തട്ടിൽ കിടക്കുന്നത് മനസ്സാണ്. മനസ്സിനൊരു തപസ്സുണ്ട്. അതെന്താണ്? മനസ്സിന്റെ തപസ്സിനെ കുറിച്ച് പറയുന്നത് മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേത തപോ മാനസം ഉച്യത്തെ. കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണിത്? ഒന്ന്, മനഃപ്രസാദം. എന്താണ് ഈ മനഃപ്രസാദം? മനഃപ്രസാദം എന്ന് പറയുന്നത് മനസ്സിന്റെ സന്തുഷ്ടി, സംതൃപ്തി. മനഃപ്രസാദം എവിടുന്ന് വരും? പരാതി പറയുന്ന ഒരു മനസ്സിന് ഒരിക്കലും പ്രസാദ ബുദ്ധി ഉണ്ടാവില്ല. പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന് വിഷാദത്തിലേക്ക് അത് പോകുള്ളൂ, നിഷേധത്തിലേക്ക് അത് പോകുള്ളൂ. മനഃപ്രസാദം എന്നാൽ കൃതജ്ഞതാഭാവം, സംതൃപ്തി, നിരങ്കുശമായ സംതൃപ്തി. ഇതാണ് മനഃപ്രസാദം. മാനസികമായ തപസ്സാണ്. നമ്മളിൽ കൃതജ്ഞതയുണ്ടോ? കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നന്ദി വരുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ പിതൃക്കളെയും, നാളെ നോക്കൂ, നാളെ വാവാണ്, കർക്കിടക വാവാണ്. നമ്മുടെ പിതൃക്കളെ ഓർക്കേണ്ട ദിവസമാണ്. എങ്ങനെയാണ് ഓർക്കേണ്ടത്? തികഞ്ഞ കൃതജ്ഞതയോടുകൂടി. മറന്നും വേണ്ട, ഒരു പരാതിയില്ല. ഒരു പിതാവിനും ഒരു മാതാവിനും പൂർണ്ണരാകാൻ സാധിക്കുകയില്ല. എല്ലാവരും അപൂർണരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചോ നൽകാൻ സാധിക്കാത്തതിനെ കുറിച്ചോ പരാതിയും പരിഭവവും എല്ലാം മറക്കേണ്ട സമയമാണ് നാളെ. പകരം അവർ തന്നു പോയതിന് മാത്രം തികഞ്ഞ നന്ദിയോടുകൂടി നമ്മൾ ബലി തർപ്പണം ചെയ്യുക, അർപ്പിച്ചുകൊള്ളുക. കൃതജ്ഞതയിൽ നിറഞ്ഞു തുളുമ്പേണ്ട ദിവസം, മനഃപ്രസാദത്താൽ നിറഞ്ഞു തുളുമ്പേണ്ട ദിവസമാണ് നാളത്തെ ദിവസം. അത് പിതൃക്കളോടുള്ള ആ സ്മരണ നിങ്ങളിൽ ജ്വലിച്ചു നിൽക്കട്ടെ. കൃതജ്ഞത കൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയം സാന്ദ്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം മനഃപ്രസാദം എന്ന് പറഞ്ഞാൽ അത് നന്ദിയാണ്, കൃതജ്ഞതയാണ്, പരാതികളില്ലാത്തൊരു മനസ്സാണ് മനഃപ്രസാദം. മറ്റൊന്നെന്താണ് പറയുന്നത്? സൗമ്യത്വം. മനഃപ്രസാദവും സൗമ്യത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനഃപ്രസാദവും സൗമ്യത്വം. സൗമ്യത്വം എന്ന് പറഞ്ഞത് സ്നേഹം, അനുകമ്പ. ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മൾ സൗമ്യമാകുന്നത്. കൃതജ്ഞത വരുമ്പോൾ നമ്മൾ മനസ്സ് പ്രസാദമാകും. പിന്നീട് അതിലേക്ക് സ്നേഹവും എമ്പതിയും അനുകമ്പയും വരുമ്പോൾ നമ്മൾ സൗമ്യമാകും. ഇനി മൗനം. ഇത് മാനസികമായ തപസ്സാണ്. എന്താണ് മൗനം? മൗനം എന്ന് പറഞ്ഞാല് വാക്കുകൾ അടങ്ങുന്നതല്ല മൗനം, ചിന്തകൾ അടങ്ങുന്നത്. നമ്മുടെ മനസ്സിൽ 10,000 വരുന്ന ചിന്തകൾ അടങ്ങി അത് ശാന്തമാകുക. പക്ഷെ അത് സംഭവിക്കുമോ? 10,000 ചിന്തകളിൽ 10,000 നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് പറ്റും. എന്താണ്? ഒരു ചിന്തയെ ആക്കി കുറയ്ക്കാൻ സാധിക്കും. 10,000 വരുന്ന ചിന്തകളെ ഒന്നാക്കി കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മനനമാണ് മൗനം എന്ന് പറയുന്നത്. മനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയത്തെ നിങ്ങൾ എടുക്കുക, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇത് തപസ്സാണ്. ഈ മൗനം തപസ്സാണ്. ഇപ്പൊ നോക്കൂ, ആദ്യം കണ്ട തപസ്സാണോ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്? കരതല ഭിക്ഷ തരുതല വാസ, ഇതാണോ തപസ്? അല്ല. മനഃപ്രസാദം തപസ്സാണ്. കൃതജ്ഞതയുള്ള മനസ്സ് തപസ്സാണ്. സ്നേഹവും അനുകമ്പയുമുള്ള മനസ്സ് തപസ്സാണ്. പിന്നെയോ മൗനം, അതായത് മനനാത്മകമായ മനസ്സ് തപസ്സാണ്. ഒരേ ചിന്തയെ പരിപോഷിപ്പിക്കുന്ന, ലാളിക്കുന്ന മനസ്സ് തപസ്സാണ്. ഇതൊക്കെയാണ് ശരിയായ തപസ്സുകൾ. മൗനം. ഇനി എന്താണ് പറയണത്?
ആത്മവിനിഗ്രഹം എന്ന് വെച്ചാൽ ആത്മനിയന്ത്രണം. ഇത്രയും കഴിഞ്ഞാലും നമ്മൾ മനനം പരിശീലിക്കുന്നു, സ്നേഹവും സൗമ്യതയും പരിശീലിക്കുന്നു, കൃതജ്ഞത പരിശീലിക്കുന്നു. ഇത്രയും കഴിഞ്ഞിട്ടും ആത്മനിയന്ത്രണം നഷ്ടപ്പെടാം നമുക്ക്. അതെന്തുകൊണ്ടാണ്? ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന ചില വാസനകൾ നമ്മളെ വീണ്ടും തകർക്കാം. ഇത്രയും കൃതജ്ഞത നിങ്ങളിലുണ്ട്, ഇത്രയും സ്നേഹം നിങ്ങളിലുണ്ട്, അനുകമ്പയുണ്ട്, നിങ്ങൾക്ക് മനനശീലമുണ്ട്. പക്ഷെ ആത്മനിയന്ത്രണം എന്നിട്ടും സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് ഇനിയും നമ്മളെ തിരിച്ച് തകർത്ത് ആദ്യത്തേലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ മനസ്സിനെ തകർക്കാൻ പറ്റും, നമ്മുടെ തപസ്സിനെ വിഘ്നം വരുത്താൻ പറ്റും. അതുകൊണ്ട് ആത്മനിയന്ത്രണവും നമ്മൾ അവിടെ പരിശീലിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം പുറകിൽ ഈ പറയുന്ന അത് ചിന്തകൾക്കും താഴെയാണ് അത് നിൽക്കുന്നത്. ചിന്തകൾക്കും താഴെ നിൽക്കുന്ന ചില പ്രത്യേകിച്ചും വെറുപ്പ്, വിദ്വേഷം, മത്സരം, മതം തുടങ്ങിയ ലോഭം, മോഹം, കാമം, ഇത്തരത്തിലുള്ള ഷഡ്രിപുക്കളുണ്ട് നമുക്ക്. ഇവർ ചിന്തകൾക്കൊക്കെ അടിയിലാണ് കിടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ആത്മനിയന്ത്രണം പരിശീലിക്കേണ്ടത്. അതിന് മുകളിലായിട്ട് നമ്മൾ കൃതജ്ഞതയും മനനവും സൗമ്യതയും സ്നേഹവും ഒക്കെ പരിശീലിച്ചു കൊണ്ടിരിക്കും. പിന്നീട് വരുന്നത് എന്താണ്? ഭാവസംശുദ്ധി. സംശുദ്ധി വളരെ പ്രധാനമാണ്. എന്താണ് ഭാവസംശുദ്ധി എന്ന് പറയുന്നത്? ജീവിതത്തിന് പരിശുദ്ധമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കട്ടെ. ഇതാണ് ഭാവസംശുദ്ധി. ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കരുത്. എപ്പോ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്ന ഒരു നീർക്കുമുള പോലൊരു ജീവിതം. ഇതിന് ശാശ്വതമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, ശരീരത്തെ സംബന്ധിക്കുന്ന ലക്ഷ്യങ്ങൾ പ്രപഞ്ചത്തിനൊരു വിഷയമല്ല. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്ന ലക്ഷ്യങ്ങളായിരിക്കണം അൾട്ടിമേറ്റ് ലക്ഷ്യം, അല്ലെങ്കിൽ ശാശ്വതമായ ലക്ഷ്യമായി സ്ഥാപിക്കേണ്ടത്. ഭാവസംശുദ്ധി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ സദാ ജ്വലിച്ചിരിക്കണം. അത് ഈശ്വര സാക്ഷാത്കാരമായിരിക്കാം, അതല്ലെങ്കിൽ ചിത്തവൃത്തി നിരോധമായിരിക്കാം, അതല്ലെങ്കിൽ സമാധിയായിരിക്കാം, അതല്ലെങ്കിൽ സായുജ്യമായിരിക്കാം, അതല്ലെങ്കിൽ ശൈവ ഭജനമായിരിക്കാം, കൈലാസം, അങ്ങനത്തെ നമ്മുടെ വാസനയ്ക്കനുസരിച്ച് അത് എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ഐഹികമല്ലാത്ത ആത്മീയമായ ഒരു ലക്ഷ്യവുമായി നിങ്ങൾ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കണം. അത് വേറെ ആരുടെ മുമ്പിലും കാണിക്കണ്ട. ആ കരാറിനെ എന്നും ഓർത്തുകൊള്ളുക. ആ കരാറിനെ കിടക്കുമ്പോഴും ഉണരുമ്പോഴും കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുക. ഇതിന് പറയുന്ന പേരാണ് ഭാവസംശുദ്ധി. ഇത് തപസ്സാണ്. ഇങ്ങനൊരു ലക്ഷ്യം വെറുതെ വെച്ചാൽ പോലും അത് തപസ്സാണ്. അല്ലാതെ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കണം എന്നല്ല പറയണത്. ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നമുക്ക്, അത് തപസ്സാണ്. ഈ തപസ് കൊണ്ട് എന്താണ് പ്രയോജനം? ഈ തപസ് കൊണ്ടാണ് മനുഷ്യനായി തീരുന്നത്. തപസ്സില്ലാത്ത മനുഷ്യൻ മനുഷ്യനേ അല്ല. മനുഷ്യരൂപത്തിലുള്ള 2 കാലുള്ള മൃഗം മാത്രമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം, അതിന് കാരണക്കാരൻ ആരാണ്? ആദ്യത്തെ ആള് കൊതുകാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യ മരണത്തിന് കാരണം കൊതുക്. കൊതുക് കാരണം 10 ലക്ഷം മനുഷ്യരൊരു വർഷം മരിക്കുന്നു. കൊതുക് കഴിഞ്ഞാൽ ഏറ്റവും അധികം മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന ജീവിയുടെ പേര് മനുഷ്യൻ എന്നാണ്. ഹോമോസാപ്പിയൻസ്. സ്വന്തം വംശത്തിലുള്ളവരെ കൊല്ലുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. സ്വന്തം വംശത്തിനെതിരെ നിരന്തരം പടവെട്ടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 കാലുള്ള ഒരു മൃഗം മാത്രമാണ് നമ്മൾ. എന്തില്ലെങ്കിൽ? തപസ്സില്ലെങ്കിൽ. വളരെ സൂക്ഷിക്കേണ്ട, കരുതേണ്ട ഒരു ജീവിയാണ് മനുഷ്യൻ. എന്തില്ലെങ്കിൽ? തപസ്സില്ലെങ്കിൽ. തപസ് എന്ന് പറയുന്നത് വെറും തപിക്കലല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? തപസ് എന്ന് പറയുന്നത് ധ്യാനം തന്നെയാണ്. തപസ് എന്ന് പറയുന്നത് മനോഹരമായി ജീവിക്കുന്നതിന് പറയുന്ന മറ്റൊരു പേരാണ് തപസ്. ഇതിലിപ്പോ ഏതെങ്കിലും നമുക്ക് അസാധ്യമെന്ന് തോന്നിയോ? നമ്മൾ പലപ്പോഴായിട്ട് പരിശീലിച്ച പല കാര്യങ്ങളും ഇപ്പൊ ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞു. ഇതാണ് തപസ്. സേവനം, പിന്നെ മനനം, ഭാവസംശുദ്ധി, നല്ലൊരു ലക്ഷ്യമുണ്ടായിരിക്കുക, ഇതൊക്കെ ചേരുന്നതാണ് തപസ്. അതല്ലാതെ ഭഗവാൻ ആദിശങ്കര ഭഗവത്പാദര് പറയുന്നത് പോലെ ഭിക്ഷാന്നം വാങ്ങുന്നു, മുമ്പിൽ അഗ്നികുണ്ഡം, പുറകിൽ സൂര്യൻ, വൃക്ഷച്ചുവട്ടിൽ താമസം, എന്നിട്ടും ആശാപാശത്തിന്റെ ബന്ധനം മറ്റുപോകുന്നില്ല എന്ന് പറയും.
വെറുതെ ഒരു ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചരമായി ജീവിക്കുന്നു. അങ്ങനെയല്ല, ആഗ്രഹങ്ങളല്ല, ആത്മാവുള്ള ഒരു പഞ്ചരമായി നിങ്ങൾ ജീവിച്ചിരിക്കുക. ഉള്ളിൽ ജ്വലിക്കേണ്ടത് ആഗ്രഹങ്ങളെക്കാൾ ആത്മാവായിരിക്കട്ടെ. ആത്മപ്രകാശത്തോടുകൂടി നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുക. കൃതജ്ഞതയോടുകൂടി ജീവിച്ചിരിക്കാൻ സാധിക്കുക. സ്നേഹം, അനുകമ്പ, മനനം തുടങ്ങിയവയോടുകൂടി നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുക. തൻ്റെ കൂടെയുള്ളവരെ, സഹജീവികളെ സേവിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുക. പ്രാജ്ഞരെ, ദ്വിജന്മാരെ, ഗുരുക്കന്മാരെ പൂജിച്ചുകൊണ്ട്, അവരെ സെർവ് ചെയ്തുകൊണ്ട്, അവരെ സേവനം ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുക. ഇതിന് പറയുന്ന പേരാണ് തപസ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിശദീകരണമായി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സമയം.